أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد الجن والإنس إلا ليعبدوه واختار منهم بني آدم ليذكروه واصطفى من بني آدم الأنبياء والرسل ليستهدوه وخير منهم سيد الكائنات محمدا صلى الله عليه وسلم ليقتدوه وأعطى لهم ملأ وسبلا وأمما وجعل أمة نبينا وشفيعنا وسيدنا ومجتبانا ومرتضانا ومنجانا وملجانا وهادينا ومحبوبنا ومعشوقنا محمد صلى الله عليه وسلم خير الأمم ذمما وصير بعضا من أممه أقطابا وأغياثا وأفرادا همما. اللهم صل على سيدنا ومولانا محمد وعلى آل سيدنا ومولانا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. أعوذ بكلمات الله التامات من شر ما خلق. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا رحمة للعالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. صدق الله العلي العظيم. فقال نبينا محمد صلى الله عليه وسلم:
الخلق عيال الله فأحب الخلق إلى الله من أحسن إلى عيال الله شفيعنا محمد مصطفى يا صاحب البغداد كل حاضري يا مطلب الحاجات عبد القادر يا قادر يا قادر يا قادر يا شيخ محي الدين عبد القادر يا صاحب الأجمير كل ناصر يا مطلب الحاجات خواجہ سنجری يا ربي صل على النبي محمد منجي الخلائق من جهنم في غد يا صاحب الكنيال كل ناصري يا مطلب الحاجات عبد الله القادر يا صاحب الكنور كل ناصر يا مطلب الحاجات مولى القادر يا صاحب الموديان كل ناصر يا مطلب الحاجات حمزة القادر يا قادر يا قادر يا قادر يا شيخ محي الدين عبد القادر مرحبا يا نور عيني جد الحسين أهلا وسهلا مرحبا يا خير داعي يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم أنت شمس أنت بدر أنت نور فوق نوري أنت كثير وغالي أنت مصباح صدوري صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلي وسلم. വിഷയത്തിലേക്ക് ആമുഖത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മഹത്വമേറിയ പേരും പെരുമയും പ്രശസ്തിയും കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ച പ്രിയപ്പെട്ട പൈക്കം മണവാട്ടി ബീബി റളിയല്ലാഹു അൻഹയുടെ ഉറൂസ് മുബാറക്കിൽ ഇവിടെ കടക്കുന്ന പ്രിയപ്പെട്ട മഹദിയുടെ മഹത്വം പ്രതീക്ഷിച്ച് ഇവിടെ സജ്ജരായ സർവ്വസജ്ജനങ്ങൾക്കും ഇവിടെ കടക്കുന്ന മഹത്തുക്കളുടെ പൊരുത്തം ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയിലൂടെ ചില വരികൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. പൈക്കം മഖാമില് പാപി പാമരൻ പതിതനായി നിൽക്കുന്നിതാ കിന കാണുമെന്നെഞ്ചിലെ തിങ്ങും മുറാദുകൾ മോഹമായി പാടുന്നിതാ. പൈക്കം മഖാമില് പാപി പാമരൻ പതിതനായി നിൽക്കുന്നിതാ കിന കാണുമെന്നെഞ്ചിലെ തിങ്ങും മുറാദുകൾ ശോകമായി പാടുന്നിതാ. നീട്ടാം ഞാൻ കൈകള് നീട്ടാം ഞാൻ കൈകള് കണ്ണുകൾ നീട്ടണ
തേട്ടം നീ കേട്ടിടല്ല. കൽബിലെ നൊമ്പരം കേട്ടുടൻ എന്നില് സ്വാന്തനമേകിടണേ. സ്വാന്തനമേകിടണേ. പൈക്കം മഖാമില് പാപിയെ പാമരൻ പതിതനായി നിൽക്കുന്നിതാ. കിന കാണുമെന്നെഞ്ചിലെ തിങ്ങും മുറാദുകൾ ശോകമായി പാടുന്നിതാ. സത്യത്തിൽ ഈ മസാറിനുള്ള പോരിശ പാടിയാൽ തീരില്ല. നിത്യവും ഈ മണ്ണിലെത്തുന്നോർക്കിന്നുമേ ഇന്നു കണക്കില്ല. സത്യത്തിൽ ഈ മസാറിനുള്ള പോരിശ പാടിയാൽ തീരില്ല. നിത്യവും ഈ മണ്ണിലെത്തുന്നോർക്കിന്നുമേ ഇന്നു കണക്കില്ല. ജാതിക്കും ഭാഷയ്ക്കും വർണ്ണത്തിന്മേനിക്കും ഇവിടെ വിലക്കില്ല. ആദിയൽ ചാരത്തു വന്നു ഞാൻ കൈകൾ നീട്ടിറങ്ങിയല്ല. ആശിച്ചു വന്നു ഞാൻ ആശ്രയമേകിടണേ. ആശിച്ചു വന്നു ഞാൻ ആശ്രയമേകിടണേ. പൈക്കം മഖാമില് പാപി പാമരൻ പതിതനായി നിൽക്കുന്നിതാ. കിന കാണുമെന്നെഞ്ചിലെ തിങ്ങും മുറാദുകൾ ശോകമായി പാടുന്നിതാ. പൈക്കം മഖാമില് പാപി പാമരൻ പതിതനായി നിൽക്കുന്നിതാ. കിന കാണുമെന്നെഞ്ചിലെ തിങ്ങും മുറാദുകൾ ശോകമായി പാടുന്നിതാ. اللهم اجعلنا من الفائزين في الدارين. اللهم اجعلنا من عبادك الصالحين. വേദിയെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച പ്രഗത്ഭരായ പണ്ഡിതന്മാരെ, സർവ്വലോക രക്ഷിതാവിൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് ഈ നാടിൻ്റെ നന്മയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നേതൃത്വം നൽകുന്ന ഉറൂസ് മുബാറക്കിൻ്റെയും മഹല്ല് ജമാഅത്തിൻ്റെയും കർമ്മഭടന്മാരായ നേതാക്കളെ, കമ്മിറ്റിയുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറിമാർ, ഖജാൻജി, മറ്റു ഭാരവാഹികളെ, നമ്മുടെ പള്ളിയിലും മദ്രസയിലും സേവനം ചെയ്യുന്ന പ്രഗത്ഭരായ പണ്ഡിത മഹത്തുക്കളെ, അള്ളാഹുവിൻ്റെ പൊരുത്തത്തോടെ പൈക്കം മണവാട്ടി ബീവി റളിയല്ലാഹു അൻഹയുടെ ഉറൂസ് മുബാറക്കിൽ സാന്നിധ്യമറിയിച്ച് ഇഹപര വിജയം കാക്ഷിച്ച് സജ്ജരായ ഞാനേറെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉമ്മ പെങ്ങന്മാരെ, വാത്സല്യനിധികളായ വിദ്യാർത്ഥിനികളെ, നാടിൻ്റെയും ദീനിൻ്റെയും കാവലാളികളായ യുവ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രഭാഷണം വേണ്ടേ? വേണ്ടെന്നാ വേണമെന്നോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഒരുമിച്ച് കൂടൽ അവന് പൊരുത്തപ്പെടുന്ന സൽപ്രവർത്തനമായി കബൂൽ ചെയ്യട്ടെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഗുരുനാഥന്മാർ, ഭാര്യമക്കൾ, ഭർത്താക്കന്മാർ എല്ലാവർക്കും പടച്ചവന് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. നമ്മുടെ കൂടെ ജീവിച്ച് നമ്മൾ കണ്ട് കൊതി തീരും മുമ്പ് വിട പറഞ്ഞു പോയി പരലോക ജീവിതത്തിലേക്ക് യാത്രയായ പലരും കാറടി മണ്ണിലുണ്ട്. പടച്ചവനെ അവരുടെ ഖബറുകളൊക്കെ നീ സ്വർഗഭവനമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇൽമ പകർന്നു തന്ന ഞങ്ങളുടെ ഗുരുനാഥന്മാർ, അവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങളുടെ ഓരോരുത്തരുടെ ഉസ്താദുമാരുടെ ദറജയും നീ ഉയർത്തണമല്ലാ. എൻ്റെ വന്യരായ ശൈഖുന ഉസ്താദ് കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂരിനടുത്ത് വെളിയമ്പ്രയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന നാലാങ്കേരി ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട ഗുരുവര്യര് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ദർസിൽ അഭിവൃദ്ധി നൽകണമല്ലാ.
അവിടത്തിന്റെ പ്രിയപ്പെട്ട ഗുരുവര്യർ വിട പറഞ്ഞു പോയ മഹാനായ ശൈഖുനാ മൂരിയാട് മൗല ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടത്തെ ദറജ ഉയർത്തണമല്ലാ. പൊരുത്തമുള്ള മക്കളാക്കി ഞങ്ങളെ വളർത്തണേ അല്ലാ. പൈക്കം മണവാട്ടി ബീവി റളിയല്ലാഹു അൻഹയുടെ ചാരത്താണ് ഞങ്ങളുള്ളത്. പ്രിയപ്പെട്ട മഹദിയുടെ പൊരുത്തമുള്ള മഹബ്ബത്തുള്ള തർബിയത്തുള്ള മക്കളാക്കി ഞങ്ങളെ നീ വളർത്തണേ അല്ലാ. ഈ ഉറൂസ് മുബാറക്കിന് വേണ്ടി മാസങ്ങളോളമായി കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഊണില്ലാതെ ഉറക്കില്ലാതെ അധ്വാനിക്കുന്ന ഇതിന്റെ വളണ്ടിയർമാരുണ്ട്, കമ്മിറ്റി ഭാരവാഹികളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, നേതാക്കളുണ്ട്, പ്രവാസികളുണ്ട്. എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ഒരു 3 വട്ടം അൽഹംദുലില്ലാ പറഞ്ഞാട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അല്ലാഹു തആല നമുക്ക് ഈ വർഷവും ഉറൂസ് മുബാറക്കിൽ സംഗമിക്കാനുള്ള ഭാഗ്യം തന്നു. കഴിഞ്ഞ വർഷത്തെ ഉറൂസ് മുബാറക്കിൽ നമ്മോടൊപ്പം ഓരം ചേർന്നിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. പലരുടെയും ഉമ്മ ഖബറിലേക്ക് യാത്രയായി, പലരുടെയും ബാപ്പ പരലോക യാത്രയിലേക്ക് നീങ്ങി. വർഷങ്ങൾക്ക് മുമ്പ് ഉറൂസ് മുബാറക്കിലേക്ക് നമ്മുടെ കൈപിടിച്ച് വന്ന നമ്മുടെ മാതാപിതാക്കളിൽ പലരും ഇന്ന് ആറടി മണ്ണിലാണ്. ഏകദേശം വർഷങ്ങളോളമായി നടത്തിവരുന്ന ഉറൂസ് മുബാറക്കില് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് നേതൃത്വം നൽകിയ പൂർവസൂരികളിൽ പലരും ഇന്ന് ഖബറിലാണ്. ഇന്നിവിടെ ഒരുമിച്ചുകൂടിയ ഞങ്ങൾ അവർക്ക് ദുആ ചെയ്യുമ്പോ അവരെ ഖബർ വല്ലാതെ സന്തോഷത്തിലാണ്. പടച്ചവനെ നീ അവർക്കൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ, ആയുസ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. റജബ് എന്ന പുണ്യമാസം നമ്മിൽ വന്നപ്പോ റജബ് വന്നതല്ലേ ഉള്ളൂ എന്ന് നാം കരുതി. അപ്പോഴേക്കും റജബ് നമ്മിൽ നിന്ന് യാത്ര പറഞ്ഞു. റജബ് യാത്ര പറഞ്ഞപ്പോ ശഅബാൻ കടന്നു വന്നല്ലേയുള്ളൂ എന്ന് കരുതി. ഇന്ന് ശഅബാൻ 22-ാം രാവിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇനി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോ നമ്മിലേക്ക് പരിശുദ്ധ റമദാൻ സമാഗതമാകുമ്പോ മുഅ്മിനീങ്ങളെ, അനുബന്ധമായിട്ട് ഈ ഉറൂസ് മുബാറക്കിൽ ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ആയുസ്സിന്റെ ഓരോ ഘട്ടങ്ങളാണ് നമ്മിൽ നിന്ന് കൊടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ അസ്തമയം നമ്മുടെ മുന്നിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ ആയുസ്സൊരിക്കൽ തീർന്നിട്ട് ആത്മാവ് പിടിക്കാൻ വേണ്ടി മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം വരുന്നതിന് മുമ്പ് ഞാനും നിങ്ങളും നമ്മുടെ ഖൽബൊന്നൊന്ന് വൃത്തിയാക്കണോ, നമ്മുടെ ഹൃദയമൊന്ന് ശുദ്ധിയാക്കണോ. മരണം നമ്മുടെ മുന്നിൽ അടുക്കുമ്പോ കലിമ ചൊല്ലി പുഞ്ചിരിച്ച് സ്വർഗം കണ്ട് വിട പറയാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഇരുത്തത്തിലും നടത്തത്തിലും കിടത്തത്തിലും ശ്വാസോച്ഛ്വാസത്തിലും ആളുകളുടെ മുന്നിലായാലും തനിച്ചായാലും ഒറ്റയ്ക്കൊരു റൂമിലായാലും എപ്പോഴും നമ്മുടെ ഖൽബിൽ ചിന്ത വേണം, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പ്രിയപ്പെട്ട കുഞ്ഞ്, ഏകദേശം 8 വയസ്സ് പ്രായമുള്ള പൊന്നുമോൻ, ആ പ്രിയപ്പെട്ട മകൻ ഒരു പുഴയുടെ അരികിലൂടെ നടന്നു പോവുകയാണ്. ഒരു പുഴയുടെ അരികിലൂടെ നടന്നു പോകുന്ന കാഴ്ച കാണുകയാണ്. പുഴയുടെ അരികിൽ നടന്നു നീങ്ങുന്ന കുട്ടിയെ കണ്ടു. അല്പം വിദൂരത്ത് നിന്ന് ഒരു പ്രിയപ്പെട്ട ഗുരുവര്യര്, കുട്ടിയെ പഠനം നടത്തി പഠിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു പ്രിയപ്പെട്ട ഉസ്താദ് ആ കുഞ്ഞിനെ കണ്ടു. കുട്ടി ഇങ്ങനെ നടന്നു പോകുന്നു. എവിടെയാണ് ആ കുഞ്ഞിന്റെ യാത്ര? സൂക്ഷ്മതയോടുകൂടെ നോക്കി നിന്നു. അപ്പോഴാണ് ആ കുഞ്ഞ് നേരെ പുഴയിൽ വെള്ളം കുറഞ്ഞൊരു ഭാഗത്തിറങ്ങുന്നു. അവിടുന്ന് വുളൂ ചെയ്യുന്നു. എന്നിട്ട് പുഴയുടെ കരയിൽ കയറി വന്നിട്ട് കയ്യിലുള്ള മുസല്ല അവിടെ വിരിക്കുന്നു. ആ കുട്ടി അവിടെ നിന്ന് മുസല്ലയിൽ 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞു സലാം വീട്ടി മുസല്ലയിലിരുന്നിട്ട് ആ പൊന്നുമോൻ അറിയുന്ന ഖുർആനിന്റെ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ഓതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞ് പെട്ടെന്ന് കരയാൻ തുടങ്ങി. കരഞ്ഞ് കരഞ്ഞ് പിടിച്ചു നിർത്താൻ പറ്റാത്ത വിധത്തിൽ തേങ്ങലടിച്ചുള്ള കരച്ചിൽ കണ്ടപ്പോ പെട്ടെന്നതാ വിദൂരത്ത് നിന്നും കാഴ്ച കണ്ടുകൊണ്ടിരുന്ന പണ്ഡിതന് നേരെ കുട്ടിയെ ലക്ഷ്യമാക്കി നടന്നു വന്നു. ആ
ആ പൊന്നുമോന്റെ തൊട്ടു പിറകിൽ വന്നു നിന്നു. ആ കുഞ്ഞിന്റെ പുറത്തിങ്ങനെ തലോടിയിട്ട് ചോദിച്ചു, എന്റെ കുഞ്ഞു മോനെ, മോനെന്തിനാണ് ഇങ്ങനെ കരയുന്നത്? മോൻ കരയാനുള്ള കാരണം എന്താണ്? വല്ല ഇഴജന്തുക്കളും വന്നു മകന് ആക്രമണം നടത്തിയോ? വല്ല വിഷജന്തുക്കളും മോനെ ഉപദ്രവിച്ചോ? എന്തിനാണ് മോനിങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുമ്പോ അപ്പോഴാണ് പറയുന്നത്, ഉസ്താദ്, കരയുന്നതെന്നെ ഉപദ്രവ ജീവികൾ വന്നു ഉപദ്രവിച്ചത് കൊണ്ടല്ല, പിന്നെന്തിനാ ഞാൻ കരയുന്നതെന്നറിയോ? ഞാനിവിടെ ഇരുന്നിട്ട് ഈ മുസല്ലയിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് എനിക്കറിയുന്ന വിശുദ്ധ ഖുർആനിലെ ഞാൻ ഹൃദ്യസ്ഥമാക്കിയ അല്പം സൂറത്തുകള്, ആയത്തുകള് ഞാനിങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പാരായണം ചെയ്യുന്നതിനോടൊപ്പം അതിന്റെ വ്യക്തമായ അർത്ഥവും എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഓടിമറഞ്ഞു. അതിനിടയിലാണ് ഒരു പ്രധാനപ്പെട്ട ഒരായത്തിന്റെ മുന്നിൽ വന്നത്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. അങ്ങനെ ഒരുപാട് റബ്ബിനെ സൂക്ഷിക്കാനുള്ള വാക്കുകൾ കൊണ്ടുള്ള ആയത്തുകൾ ഇങ്ങനെ എന്റെ മുന്നിൽ വന്നു. അതിനിടയിലാണ് എന്റെ മുന്നിൽ മറ്റൊരായത്ത് പ്രത്യക്ഷപ്പെട്ടത്, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ. ഈ ആയത്തെനിക്ക് പാരായണം ചെയ്യേണ്ടി വന്നു. ആയത്തിന്റെ അർത്ഥം പ്രിയപ്പെട്ട ഗുരുനാഥൻ അറിയുമല്ലോ. എന്നാലും അതിൽ അല്ലാഹു പറഞ്ഞത്, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെ സൂക്ഷിക്കണേ, വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ ഭർത്താവിനെ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബക്കാരെ നിങ്ങൾ സൂക്ഷിക്കണേ. നാറാ, കത്തിയാളുന്ന നരകാഗ്നിയിലെ വിറകായി മാറുന്നതിൽ നിന്ന്. കാരണം ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന വിറകേതാണെന്നറിയോ? വഖൂദുഹൻ നാസ്, ആ നരകത്തിലെ വിറക് മനുഷ്യരാണ്. വൽ ഹിജാറ, കല്ലുകളെയുമാണ് നരകത്തിൽ വിറകായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. ആ പൊന്നുമോന് ഉസ്താദിനോട് പറയുന്നു, പ്രിയപ്പെട്ട ഗുരുവര്യരെ, ഞാൻ അവിടെ നിന്ന് ഓർത്തുപോയി, നരകത്തിലെ വിറകായിട്ട് മനുഷ്യരെ ഉപയോഗിക്കപ്പെടുമ്പോ ഈ കുഞ്ഞുമോനാകുന്ന എന്നെയും നരകത്തിലെ വിറകാക്കപ്പെട്ടാലോ? അതോർത്തുകൊണ്ട് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല സങ്കടോ. നരകത്തിന്റെ ഭീകരരംഗം എന്റെ കൽബിൽ ഓർമ്മ വന്നു. ആ തീജ്വലിക്കുന്ന, കത്തിജ്വലിക്കുന്ന തീജ്വാലകൾക്കിടയിലേക്ക് ആ തീ അവിടുന്ന് പടർന്ന് പന്തലിക്കാൻ ഈയുള്ളവനെയും വിറകായിട്ട് ഉപയോഗിക്കുമോ? ആ ചിന്തയിൽ മുഴുകി എനിക്ക് കരച്ചൽ വന്നിട്ട് കരച്ചൽ നിർത്താൻ കഴിയാതെ ആയതാണ്. പ്രിയപ്പെട്ട ഉസ്താദ് പറഞ്ഞു, മോനെ, മോനൊരു ചെറിയ പൊന്നു മോനല്ലേ, മോനെയല്ല നരകത്തിന് കൊടുക്കൂല. അപ്പോഴാണ് 8 വയസ്സ് മാത്രം പ്രായമുള്ള പൊന്നുമോന് ആ പണ്ഡിതനോട് പറയുന്നത്, ഉസ്താദ്, ഞാൻ അങ്ങയോടൊരു ചോദ്യം ചോദിക്കട്ടെയോ? ഞങ്ങളുടെ നാട്ടിൽ ഫംഗ്ഷൻ നടക്കാറുണ്ട്, കല്യാണം നടക്കാറുണ്ട്, വീടിന്റെ ഉദ്ഘാടനം നടക്കാറുണ്ട്, സൽക്കാരങ്ങൾ നടക്കാറുണ്ട്, മറ്റുള്ള പല ഫംഗ്ഷനുകളും നടത്തപ്പെടാറുണ്ട്. അവിടത്തേക്ക് ആളുകൾ വരാറുണ്ട്. വരുന്ന ആളുകൾക്ക് ഭക്ഷണം പാചകം ചെയ്യാറുണ്ട്. പാചകപ്പുരയിലേക്ക് പാചകക്കാര് കടന്നു ചെന്നാൽ വലിയ വലിയ ഫംഗ്ഷനുകളിൽ വലിയ വലിയ വിഭവങ്ങൾ പാചകം ചെയ്യാൻ പാചകപ്പുരയിൽ കടന്നു വന്ന പാചകക്കാര്, ഭക്ഷണം വെക്കുന്ന ആളുകള് അവിടുന്ന് വലിയ അടുപ്പുകൾ ഉണ്ടാക്കിയിട്ട് ആ അടുപ്പിന്റെ മുകളിൽ വലിയ വലിയ പാത്രങ്ങൾ അങ്ങ് വെക്കപ്പെടാൻ, വലിയ ചെമ്പുകൾ എടുത്ത് അവിടുന്ന് മാംസം വേവിക്കാൻ, അതുപോലെ അരി വേവിക്കാൻ, അവിടുന്ന് ഭക്ഷണം പാചകം ചെയ്യാൻ അടുപ്പിന്റെ അകത്ത് വലിയ വലിയ വിറകുകൾ കൊണ്ടുവെക്കാറില്ലേ? ആ വലിയ വിറകുകൾ അടുപ്പിനകത്ത് വെക്കപ്പെടുമ്പോ
വലിയ വിറകുകൾക്ക് തീപിടിക്കാൻ ചെറിയ ചെറിയ കൈവിറകുകളല്ലേ വെക്കാറുള്ളത്. ആ ചെറിയ വിറകുകൾക്ക് തീ പടർന്നിട്ടാണ് വലിയ വിറകുകൾക്ക് തീപിടിക്കുന്നത്. ഇതുപോലെ മക്കളാകുന്ന ഞങ്ങളെ നരകത്തിലെ വലിയ ആളുകളെ കൊണ്ട് തീപിടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുമോ എന്ന സങ്കടം മനസ്സിൽ വന്നിട്ട് കരഞ്ഞു പോയതാണെന്ന് പറഞ്ഞിട്ട് കരയുന്ന കുഞ്ഞുണ്ടല്ലോ. ആ കുഞ്ഞിനെ സമാധാനിപ്പിച്ചിട്ട് പ്രിയപ്പെട്ട ഉസ്താദ് പറഞ്ഞു, മോനെ, ഈ ചെറിയ പ്രായത്തിൽ തന്നെ പരലോക ജീവിത ചിന്തയെക്കുറിച്ച് ഓർത്തെടുത്തിട്ട് ഈ ദുനിയാവിൽ ഇങ്ങനെ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മോനായ നിന്നെ അല്ലാഹ് എവിടെയും കൈയൊടിയില്ല എന്ന് പറയുമ്പോ എന്റെ പൈക്കം എന്ന ഈ മഹത്വമേറിയ നാട്ടില് പ്രിയപ്പെട്ട മഹദിയുടെ ചാരത്ത് ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെ, നമുക്കും ഏതെങ്കിലും ഒരു നിമിഷത്തില് പരലോകത്തെ കുറിച്ച് ചിന്തിച്ചിട്ടൊന്ന് കരയാനുള്ള സമയം കണ്ടെത്തിക്കൂടെ? കാരണം എന്തെന്നറിയോ? എന്റെയും നിങ്ങളുടെയും മുന്നില് ഒരിക്കൽ ആത്മാവ് പിടിക്കാൻ വേണ്ടി മലക്കുൽ മൗത്ത് വരുന്ന ദിവസമുണ്ട്. ആ ദിവസം എപ്പോഴാണെന്ന് ഒരാൾക്കും അറിയില്ല. ആ ദിവസത്തിന്റെ ഡേറ്റ് ഒരാളുടെ മുന്നിലും പ്രദർശിപ്പിക്കപ്പെട്ടിട്ടില്ല. അത് അല്ലാഹുവിന്റെ അരികിൽ ക്ലിപ്തമായി രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുള്ള ഡേറ്റാണ്. ആ സമയം അടുക്കുന്നതിന് മുമ്പേ നമ്മുടെ ജീവിത വിജയത്തിന് നിദാനമാകുന്ന സൽപ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു വെക്കണോ? അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്ന ഇഹപര വിജയത്തിന് നമ്മൾ ആഗ്രഹിക്കുന്ന നന്മകളുടെ കൂട്ടത്തിൽ പ്രധാനമാണ് ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ സ്മ റബ്ബിഹി ഫസല്ലാ ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയാ വൽആഖിറതു ഖൈറുൻ വഅബ്ഖാ. നിശ്ചയമായും വിജയിച്ചവരാരെന്നറിയോ? ഖദ് അഫ്ലഹ മൻ തസക്കാ. ഹൃദയ സംസ്കരണം നടത്തിയവനാണ് വിജയിച്ചവൻ. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ആമീൻ പറ മുഅ്മിനീങ്ങളെ. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. നമ്മുടെ ഖൽബ് അങ്ങ് നന്നായ പിന്നെ എല്ലാം നന്നായി. ഖൽബ് ചീത്തയായാൽ എല്ലാം ചീത്തയായി. ഇന്ന് ആളുകളുടെ ഇടയിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗമുണ്ട്. ക്യാൻസറിനെക്കാളും ട്യൂമറിനെക്കാളും മറ്റുള്ള മാരക രോഗങ്ങളെക്കാളും വളരെ വിഷമേറിയ രോഗമാ അസൂയ എന്ന രോഗം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്തുകൊണ്ടാണ് അസൂയ മനുഷ്യനിൽ കൂടുന്നത്? ഹൃദയം ശുദ്ധിയില്ലാത്തത് കൊണ്ടാണ്. ഹൃദയത്തിൽ കുശുമ്പ് കൂടുകയാണ്. ഒരു പറമ്പിൽ 4 വീടുണ്ടെന്ന് കരുതുക. 4 വീട്ടുകാർ കുടുംബക്കാരാണെന്നും കരുതുക. ഒരു നില വീടേ ഉള്ളൂ, 4 ആളുകളുടെ വീടും. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, അവരിങ്ങനെ നീങ്ങാൻ. അതിനിടയിലാണ് അതിലൊരാളുടെ വീട്ടിന്റെ മുറ്റത്തൊരു ലോറി വന്നിട്ട് കല്ല് ഇറക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ കല്ലെന്നല്ല, കട്ടയാണോ? നിങ്ങളൊന്നും മിണ്ടാത്തത്. കല്ലാണോ കട്ടയാണോ? കല്ലിങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുമ്പം അയൽവാസിയായ മറ്റൊരു വീട്ടുകാരൻ കല്ലിറക്കുന്ന വീടല്ലാത്ത വേറൊരു വീട്ടിലെ സഹോദരിയെ വിളിച്ചിട്ട്, ഹലോ എടാ, നീ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? അത് അവന്റെ വീട്ടിൽ വാഹനം വന്നിട്ടുണ്ട് കല്ലിറക്ക. ഓനിക്കെന്താ കല്ലിറക്കുന്നതിന്? ഓൻ 2ാം നില കെട്ടാനുള്ള പരിപാടി ഇരിക്കും. ഓൻ പൈസ വാരിയല്ലേ. മനസ്സിലായില്ല? അസൂയ കൊണ്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാരപണിയുന്ന കാലമായി നടക്കാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഒരാളുടെ ഹൃദയം അങ്ങ് ശുദ്ധിയായാൽ അവന്റെ ശരീരം മുഴുവനും ശുദ്ധിയായെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമാണ് വേണ്ടത്. ഒരാളും മറ്റൊരാളെ ഉറ്റുകൊടുക്കുകയല്ല വേണ്ടത്. ഒരാളും മറ്റൊരാൾ തകർന്നു പോവണമെന്നല്ല ആഗ്രഹിക്കേണ്ടത്. എനിക്കെന്തെങ്കിലും ഒരു നന്മ കിട്ടിയാൽ എന്റെ പ്രിയപ്പെട്ടവനും അത് കിട്ടണമെന്ന് കരുതി മാറിക്കൊടുക്കുകയാ വേണ്ടത്. നല്ല മനസ്സോടെ ജീവിക്കുമ്പോ ഖദ് അഫ്ലഹ മൻ തസക്കാ. ഹൃദയ സംസ്കരണം നടത്തിയവൻ വിജയിച്ചു എന്നാണ് നമുക്കറിയുമല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അളവറ്റ് സ്നേഹിച്ച മഹാനാണല്ലോ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് കൂട്ടുകാരനായിട്ട് ഒന്നിച്ചുണ്ടായിരുന്ന മഹാനായിരുന്നു സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ്. സിദ്ദീഖ് അബൂബക്കർ അലിയും തമ്മിലേ കണ്ടാൽ സലാം ആദ്യം അലിയാ ചൊല്ലലേ.
ഒരു ദിനം അലി സിദ്ദീഖിനെ കാണുന്നതാ, എന്നിട്ട് മിണ്ടാ തന്നു താൻ നിൽക്കുന്നതാ. എപ്പോഴും പ്രഭാതത്തിൽ കണ്ടുമുട്ടുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും അലിയാര് തങ്ങളും എപ്പോഴും രാവിലെ കാണാറുണ്ട്. കാണുന്ന നേരത്ത് സലാം കൊണ്ട് തുടങ്ങാറുള്ളത് അലിയാര് തങ്ങളാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കാണുമ്പോൾ തന്നെ അലി റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞിട്ട് തുടങ്ങാറുണ്ട്. പക്ഷെ ഒരു ദിനം അലി സിദ്ദീഖിനെ കാണുന്നതാ, എന്നിട്ട് മിണ്ടാ തന്നു താൻ നിൽക്കുന്നതാ. ഒരു ദിവസം അലിയാര് തങ്ങൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കണ്ടുമുട്ടി. പതിവ് പോലെ കണ്ട നേരത്ത് എൻ്റെ അലിയാര് തങ്ങൾ എന്നോട് സലാം പറയുന്ന രീതി ഇന്നും ഉണ്ടാകുമെന്ന് കരുതി സിദ്ദീഖുൽ അക്ബർ തങ്ങള് അലിയാര് തങ്ങളുടെ സലാം പ്രതീക്ഷിച്ചിട്ടിങ്ങനെ കാത്തിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ചാരത്തെത്തി. അലിയാര് തങ്ങൾ സിദ്ദീഖ് തങ്ങളോട് സലാം പറയുന്നില്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അലിയാര് തങ്ങളുടെ സലാം പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു സിദ്ദീഖ് തങ്ങളുടെ മുഖത്ത് നോക്കുന്നു. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അലിയാര് തങ്ങളുടെ മുഖത്ത് നോക്കുന്നു. മാറി മാറി നോട്ടം തുടരുകയാണ്. പക്ഷെ സലാം കൊണ്ട് അലിയാര് തങ്ങൾ തുടങ്ങുന്നില്ല. ഒരൽപനേരം പ്രതീക്ഷിച്ചു നിന്നു. പറയാതെ വന്നപ്പോ സിദ്ദീഖുൽ അക്ബർ സലാം പറയുന്നേ. അതു കേട്ടു സയ്യിദുനാ അലി മടക്കുന്നേ. അന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങളാ സലാം പറഞ്ഞത്. അലിയാര് തങ്ങൾ സലാം അങ്ങ് മടക്കിക്കഴിഞ്ഞു. എന്നാൽ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു സംഭവം അവിടെ നടന്നപ്പോ അലിയാര് തങ്ങളിൽ നിന്ന് സിദ്ദീഖ് തങ്ങളും സിദ്ദീഖ് തങ്ങളിൽ നിന്ന് അലിയാര് തങ്ങളും അങ്ങ് യാത്ര പറഞ്ഞകന്നപ്പോ തമ്മിൽ പിരിഞ്ഞുടൻ ചെന്നു സിദ്ദീഖന്ന് വിവരം റസൂലുള്ളാഹിയോ ഉണർത്തുന്ന. രണ്ടുപേരും അങ്ങ് പിരിഞ്ഞ നേരത്ത് അലിയാര് തങ്ങൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളിൽ നിന്നങ്ങ് നീങ്ങിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ നീങ്ങുകയാ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തെത്തി. നബി തങ്ങൾ ഇങ്ങനെ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ വരവ് കണ്ടു. പതിവിന്റെ വിപരീതമായിട്ടുള്ളൊരു വരവാണ്. ആ സമയത്തുള്ള വരവ് കണ്ടിട്ട് നബി തങ്ങൾ ചോദിച്ചു, അല്ല അബൂബക്കറേ, ഇന്നെന്തേ സംഭവിച്ചത്? ഉടനെ തന്നെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ ഇന്ന് അലിയെ കണ്ടു വഴിയിൽ നിന്ന്. ഉണ്ടായതും വിപരീതമാ പതിവിന്. താൻ കണ്ട നേരം മൗനമായി മിണ്ടാതെ നബിയെ എനിക്കത് ക്ലേശമായി വല്ലാതെ. എപ്പോഴും എന്നെ കണ്ടപാടെ സലാം പറയുന്ന അലിയാര് തങ്ങള് ഇന്നെന്നെ കണ്ടപ്പം സലാം പറഞ്ഞില്ല നബിയേ. ഞാനാണ് എൻ്റെ അലിയാര് തങ്ങളോട് സലാം പറഞ്ഞത്. പക്ഷെ പതിവിന് വിപരീതം നടന്നപ്പോ എൻ്റെ കൽബിനുണ്ടായ സങ്കടം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് നബിയെ. ഇത് കേട്ട മുത്തുനബി തങ്ങള് ഇത് കേട്ടു ത്വാഹ വിളിച്ചു ചോദിച്ചെന്താ പതിവിനു വിപരീതം നടത്താൻ അന്താ. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ സങ്കടം കണ്ട നബി തങ്ങളതാ ഒരു ദൂതനെ വിളിച്ചിട്ട് പറയുന്നു, പെട്ടെന്ന് നിങ്ങളും എൻ്റെ അലിയാര് തങ്ങളടുത്ത് പോകണേ, അലിയാര് തങ്ങളെ വിളിച്ചു കൊണ്ടുവരണേ. അലി റളിയല്ലാഹു അൻഹു നേരെ മുത്തുനബിയുടെ സവിധത്തിൽ വന്നു. അള്ളാന്റെ ഹബീബിന്റെ ചാരത്ത് വന്നപ്പം കണ്ട രംഗം എന്താണ്? നബി തങ്ങളുടെ അരികിൽ നിൽക്കുന്ന സിദ്ദീഖുൽ അക്ബർ തങ്ങളെയാണ്. സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ മുഖം താഴ്ത്തിയിട്ട് നിൽക്കുന്ന രംഗം കണ്ട അലിയാര് തങ്ങൾക്ക് എന്തോ ഒരു പ്രയാസം സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. കാര്യത്തിന്റെ ഗൗരവം അലിയാര് തങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല. നബി തങ്ങൾ അലിയാര് തങ്ങളോട് ചോദിച്ചു, അലിയേ,
സാധാരണ നിങ്ങളല്ലേ എന്റെ അബൂബക്കറിനോട് സലാം പറഞ്ഞു തുടങ്ങാറുള്ളത്. ഇന്ന് നിങ്ങൾ എന്താണ് പതിവിന് വിപരീതം നടത്തിയത് അലിയേ? എന്റെ സിദ്ദീഖിന് വല്ലാത്ത സങ്കടം അതുകൊണ്ടുണ്ടായിട്ടുണ്ട്. ഇത് കേട്ട മഹാനായ അലിയാർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? പ്രിയപ്പെട്ടവരെ, ഓർക്കണേ, ഓർത്തെടുക്കണേ. അലിയാർ തങ്ങൾ നബി തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്കെന്റെ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് ഒരു വെറുപ്പുമില്ല നബിയേ. എനിക്ക് സ്നേഹം മാത്രമാണ് നബിയേ, എനിക്ക് മഹബ്ബത്ത് മാത്രമാണ് നബിയേ. പിന്നെന്തേ ഞാൻ സലാം പറയാതെ മാറി നിന്നതെന്നറിയോ നബിയേ? ഈ രാത്രിയിൽ ഞാൻ സ്വർഗമിൽ മണിമന്ദിരം കണ്ടിട്ടു ചോദ്യം ചെയ്തിതാർക്കതിനുത്തരമോ? ഇന്നലെ രാത്രി ഞാൻ അങ്ങ് കടന്നുറങ്ങുമ്പോ എന്റെ ഉറക്കത്തിൽ എനിക്ക് മനോഹരമായ സ്വർഗഭവനം കാണിക്കപ്പെട്ടു നബിയേ. ആ സ്വർഗത്തിന്റെ വിശേഷണം എങ്ങനെയാണെന്നറിയോ നബിയേ? ഫീഹാ ഐനുൻ ജാരിയ ഫീഹാ സുറുറും മർഫൂഅ വഅക്വാബും موضوعة ونمارق مصفوفة وزرابي مبثوثة. ഒഴുകുന്ന നദികളുള്ള സ്വർഗമാണ്. കണ്ണിനലങ്കാരമുള്ള സ്വർഗമാണ്. പച്ചപ്പരവതാന് വിരിച്ച പുൽമേടുകൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മജ്ലിസാണ്. മാത്രമല്ല, അവിടെയുള്ള ഓരോ സ്ഥലങ്ങളും കണ്ണിന് വല്ലാതെ കൗതുകമാണ്. അവിടുന്ന് തന്ന കുടിപ്പാനീയം വളരെ മനോഹരമാണ്. അത് കണ്ടപാടെ ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിച്ചു പോയി നബിയേ. ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചു, റബ്ബേ, ഇത്ര മനോഹരമായ സ്വർഗമാർക്കാ നീ പണിത് വെച്ചിട്ടുള്ളത്? കാണാൻ എന്തൊരഴകാണ്, കാണാൻ എന്തൊരിമ്പമാണ്. എന്റെ കണ്ണ് ഞാൻ അവിടെ നെടുക്കാൻ എനിക്ക് തോന്നുന്നില്ല. ആ രൂപത്തിലുള്ള ഭംഗിയാണ് നബിയേ. ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചു, റബ്ബേ, ഈ കാണുന്ന സ്വർഗമാർക്കാ നീ പണിത് വെച്ചിട്ടുള്ളത്? അപ്പോഴാണ് എനിക്ക് കിട്ടിയ മറുപടി എന്തെന്നറിയോ നബിയേ? ആദ്യം സലാം പറയുന്നവർ കാണുന്ന അതുകൊണ്ട് സിദ്ദീഖിനൊഴിഞ്ഞതു തന്നെ. യാ റസൂലല്ലാഹ്, ഇന്നലെ വരെ ഞാനല്ലേ എൻ്റെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് സലാം പറഞ്ഞത്? ഇന്നലെ വരെ എനിക്കല്ലേ ആ സ്വർഗം കിട്ടിയിട്ടുള്ളത്? ഇന്നതെന്റെ പ്രിയപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് കിട്ടട്ടെ നബിയേ എന്ന് ചിന്തിച്ചിട്ട് മാറിക്കൊടുത്തതാണെന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങളോട് അലിയാർ തങ്ങൾ പറയാൻ. അന്ന് അടുത്തിരിക്കുന്ന ആളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറഞ്ഞാട്ടെ. എന്താ നിങ്ങൾ പറയാത്തത്? അടുത്തടുത്തിരിക്കുന്ന ആളൊക്കെ സലാം. എൻ്റെ ഭാഷ മനസ്സിലാവുന്നില്ലേ? അടുത്തിരിക്കുന്ന ആൾക്ക് സലാം പറഞ്ഞാട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയും, കൈ കൊടുത്തിട്ട് പറഞ്ഞോ? മാഷാ അല്ലാഹ്. അപ്പാപ്പ പറഞ്ഞില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോ? ഇൻഷാ അല്ലാഹ്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. പടച്ചവനെ, ഉസ്താദെ, ഓർ കുറേയായി എന്നോട് മിണ്ടാതെ. ഇന്ന് എൻ്റെ അടുത്ത് തന്നെ ഇരുന്നു പോയി. ഇപ്പൊ സലാം പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. നമ്മളുടെ ഖൽബ് എപ്പോഴും ഇണക്കമുള്ളതാക്കി തരട്ടെ. നമ്മുടെ മനസ്സെപ്പോഴും മറ്റുള്ളവർക്ക് ഉപകാരമുള്ള മനസ്സാക്കി തരട്ടെ. കുശുമ്പ്, ക്രോധം, പരസ്പരം വൈരാഗ്യം ഉള്ള മനസ്സ് തരാതിരിക്കട്ടെ. ഇന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, ഗ്യാസ് സിലിണ്ടറിന്റെ കുറ്റി എടുത്തിട്ടാണ് ഉമ്മയെ അടിച്ചു കൊന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്നിങ്ങനെയുള്ള വാർത്തകളും അതുപോലെ തന്നെ ദീനിന്റെ നിയമങ്ങളൊക്കെ പണ്ഡിതന്മാരതല്ലെങ്കിൽ പ്രഭാഷകന്മാരതല്ലെങ്കിൽ ഉസ്താദുമാർ പറയുമ്പോഴേക്ക് അതുമാത്രം കട്ട് ചെയ്തിട്ട് ആളുകളെ മീഡിയക്ക് മുമ്പിൽ മോശമായിട്ട് ചിത്രീകരിക്കപ്പെടാവുന്ന രൂപത്തിലേക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ നല്ല നല്ല നടപ്പുകളെ മോശമായി ചിത്രീകരിക്കപ്പെടാൻ പലരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, എന്തെങ്കിലും ഒരു നന്മ ഒരാൾ പറഞ്ഞാൽ അതിനെ വളച്ചൊടിക്കുന്ന കാലാണ്. അള്ളാഹു അത്തരക്കാരെ ശർറിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ ഈമാൻ അള്ളാഹു സലാമത്താക്കി തരട്ടെ. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിങ്ങനെ ക്ലിയർ ആയിട്ട് കൊണ്ടുപോകണം. അഹങ്കാരം എന്നത് നമ്മുടെ മനസ്സിലുണ്ടാവരുത്. ഒരാളെയും തകർന്ന് കാണണമെന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവരുത്. നമ്മുടെ ഹൃദയം എപ്പോഴും ശുദ്ധിയാകുമ്പോ ആ ശുദ്ധീകരണത്തിലൂടെ നമുക്ക് വലിയ വിജയം നൽകുന്നതാ
മനസ്സിന് നല്ല സമാധാനം ലഭിക്കുന്നതാ, അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമകളായി നമ്മൾ മാറുന്നതാ. ആ ഹൃദയ ശുദ്ധീകരണത്തിനുള്ള പ്രധാനപ്പെട്ട മരുന്നുകൾ മഹാന്മാര് പറയുന്നുണ്ട്. ആ മരുന്നുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രിയപ്പെട്ടവരെ തിലാവത്തുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നത്. ഒരാൾ ഖുർആനുമായിട്ട് എത്ര ബന്ധപ്പെടുന്നുവോ അതിനനുസരിച്ച് അവന്റെ ഈമാനിന് ചാർജ് ചെയ്യപ്പെടുകയാണ്, അവന്റെ ഖൽബ് അവിടുന്ന് ശുദ്ധിയാക്കപ്പെടുകയാണ്, അവന്റെ മാനസികമായ ടെൻഷനുകൾ നീക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഖുർആനുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകള് എപ്പോഴും വിശുദ്ധ ഖുർആനിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നടക്കുന്നവരാണ്. നമുക്കറിയുമല്ലോ പൈക്കം മണവാട്ടി ബീബി റളിയല്ലാഹു തആല അൻഹാ, പ്രിയപ്പെട്ട മഹദി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അന്ത്യവിശ്രമം കൊള്ളുമ്പോ എത്രയെത്ര ആളുകൾക്കാണ് താങ്ങും തണലുമായിട്ട് പ്രിയപ്പെട്ട മഹദി മാറിയത്. പ്രിയപ്പെട്ട മഹദിയുടെ അരികിൽ വന്നിട്ട് സൂറത്തു യാസീനെ പാരായണം ചെയ്യുമ്പോ, വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോ, ആ പാരായണം ചെയ്തിട്ട് പടച്ചവന്റെ മുന്നിലേക്ക് പ്രിയപ്പെട്ട മഹദിയെ തവസ്സുലാക്കിയിട്ട് ദുആ ചെയ്യുമ്പോ ആ പ്രാർത്ഥന കൊണ്ട് എത്രയെത്ര ആളുകൾക്കാണ് സമാധാനം കിട്ടിയത്. പ്രിയപ്പെട്ടവരെ, എന്തേ പ്രിയപ്പെട്ട മഹദിക്ക് ഇത്ര വലിയ സ്ഥാനം അല്ലാഹു കൊടുത്തതെന്നറിയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രിയപ്പെട്ട മഹദിയെ വലിയ ദർജയിൽ എത്തിച്ചതെന്തുകൊണ്ടാണ്? മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു തആലാക്ക് ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കുമത്രേ. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുന്നതാ, ജിബ്രീൽ, എനിക്ക് എന്റെ അടിമകളിൽ നിന്ന് ഇന്ന ആളെ ഇഷ്ടമാണ്, അതുകൊണ്ട് അവരെ നീയും ഇഷ്ടപ്പെടണം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് റബ്ബ് പറയുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് എന്നിട്ട് റബ്ബ് പറയുന്നു, ജിബ്രീലേ, വാനലോകത്തുള്ള മുഴുവൻ മലക്കുകളോടും അവരെ ഇഷ്ടപ്പെടാൻ പറയണോ? അങ്ങനെ എല്ലാവരും അവരെ ഇഷ്ടപ്പെടുന്നതാണ്. പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ സുമ്മ യൂദഉൽ ഖബൂലു ഫിൽ അർദി, പിന്നെ അല്ലാഹുവും മലക്കുകളും ലോകത്തുള്ള എല്ലാവരും അവരെ ഇഷ്ടപ്പെടുമ്പോ ഭൂമിയിൽ അവർക്ക് വലിയ സ്ഥാനം അല്ലാഹു കൊടുക്കുന്നതാ. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. എന്നാൽ പ്രിയപ്പെട്ട മഹദിയെ അല്ലാഹുവും മലക്കുകളും വാനലോകത്തുള്ള മാലാഖമാര് എല്ലാവരും ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണെന്നറിയോ? ജീവിതത്തിൽ എപ്പോഴും റബ്ബിന്റെ തഖ്വയിലൂടെ ജീവിച്ച മഹദിയാണ്. ജീവിതത്തിൽ ഖുർആനുമായിട്ട് ഹൃദയബന്ധം പുലർത്തിയ മഹദിയാണ്. ഖുർആനിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ജീവിച്ച മഹദിയാണ്. വർഷങ്ങളോളമായിട്ട് ഉറൂസ് മുബാറക്ക് നമ്മൾ നടത്തി വരുമ്പോ നമുക്ക് നേതൃത്വം നൽകിയ നമ്മുടെ മാതാപിതാക്കളിൽ പലരും പ്രിയപ്പെട്ട മഹദിയുടെ ചാരത്ത് ഞങ്ങളുടെ കൈപിടിച്ചു കൊണ്ടുവന്നിട്ട് ഞങ്ങളെ മദ്രസയിൽ ചേർക്കുന്ന സമയത്ത്, ഞങ്ങളെ ദർസിൽ ചേർക്കുന്ന സമയത്ത്, ഞങ്ങളെ ഖുർആൻ പഠിപ്പിക്കാൻ അയക്കുന്ന സമയത്ത്, ഞങ്ങൾക്ക് സ്കൂൾ പഠനത്തിന് അയക്കുന്ന സമയത്ത്, ഏത് ഘട്ടങ്ങളിലും മാതാപിതാക്കള് കൈപിടിച്ചു കൊണ്ടുവന്നിട്ട് പ്രിയപ്പെട്ട മഹദിയുടെ ചാരത്ത് വെച്ചിട്ട് മഹദിയെ സാക്ഷി നിർത്തിയിട്ട് പടച്ചവന്റെ മുന്നിൽ കൈ ഉയർത്തിയിട്ട് പ്രിയപ്പെട്ട മഹദിയെ തവസ്സുലാക്കിയിട്ട് പടച്ചവനെ കടക്കുന്ന പ്രിയപ്പെട്ട മണവാട്ടി ബീബി റളിയല്ലാഹു അൻഹയുടെ മഹദ് ഫദ്ല് കൊണ്ട് എന്റെ ഈ കുഞ്ഞിനെ നീ ആലിമാക്കണമല്ലാ, എന്റെ ഈ കുഞ്ഞിന് അറിവ് കൊടുക്കണമല്ലാ, എന്റെ ഈ കുഞ്ഞിനെ നല്ല മോനാക്കണമല്ലാ. അങ്ങനെ ദുആ ചെയ്ത മാതാപിതാക്കളല്ലേ നമ്മുടെ മാതാപിതാക്കള്. ആ ദുആന്റെ ഫലം കൊണ്ടല്ലേ പാരാപാരം പോലെ പരന്നു കിടക്കുന്ന ഈ സദസ്സിൽ സജ്ജരായ സർവ്വസജ്ജനങ്ങളോ മഹദിയുടെ ചാരത്ത് ഇതുപോലെയുള്ള ഉറൂസ് മുബാറക്കിൽ സംഗമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട മഹദിയാണ്. അവർ സഞ്ചരിച്ച പാതയാണ് നമുക്കും വേണ്ടത്. മഹദി സഞ്ചരിച്ച പാത ആരുടെ പാതയാണെന്നറിയോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ജീവിച്ച് മൺമറഞ്ഞ മഹദി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ പാതയാണ്. നഫീസത്തുൽ മിസ്രിയ ബീവി റളിയല്ലാഹു അൻഹാ അവിടുന്ന് ജീവിതകാലത്ത് അവരുടെ വീട്ടിനകത്ത് പ്രത്യേകമായ ഒരു റൂം എടുത്തിരുന്നു. നഫീസത്ത് മാല നമ്മൾ പാടാറുള്ളവരല്ലേ? നഫീസത്ത് മാലയിൽ നമ്മൾ പാടാറില്ലേ? മരുതക പുന്ന
മുന്നരബി ഇബാദത്തേടുക്കുന്നേ മണ്ഡപത്തിലുണ്ട് കൂട്ടാ ഉണ്ടതിയിൽ നിന്നേ ത്രിനാൾ കൂടും പൊതുകൂട്ട കൊള്ളക്കാരം നീട്ടി തന്മനം പോലുള്ള തീന് എടുത്ത് തിന്നും കാട്ടി നഫീസത്തുൽ മിസ്രിയാ ബീവി റളിയല്ലാഹു അൻഹാ തന്റെ വീടിന്റെ അകത്തുള്ള ഒരു റൂമില് ഖുർആൻ പാരായണത്തിനായി ദിക്റിനായി ശുക്റിനായി പ്രാർത്ഥനയിനായിട്ട് കഴിയുമ്പോ ആ റൂമിനകത്തുള്ള ജനാലയുടെ മുകൾ ഭാഗത്ത് ഒരു കാലിക്കൂട്ട തൂക്കിയിടാറുണ്ടായിരുന്നു. ആ കൊട്ടയിൽ ഒരു ഭക്ഷ്യവസ്തുക്കളുമില്ല, പഴവർഗ്ഗങ്ങളില്ല, ധാന്യങ്ങളില്ല, കാലിക്കൊട്ടയാണ്. എന്നാൽ ത്രിനാൾ കൂടും പോത് കൂട്ട കൊള്ളക്കാരം നീട്ടി തന്മനം പോലുള്ള തീന് എടുത്ത് തിന്നും കാട്ടി. നഫീസത്തുൽ മിസ്രിയാ ബീവി റളിയല്ലാഹു അൻഹാ 3 ദിവസം കൂടുമ്പോ ആ കൂട്ടകൊള്ള കൈ നീട്ടിയിട്ട് തന്റെ മനസ്സിനകത്ത് ആഗ്രഹം വരുന്ന പഴവർഗ്ഗങ്ങൾ എന്തൊക്കെയാണോ അതെടുത്തുകൊണ്ട് ഭക്ഷിക്കുമായിരുന്നു മഹദി നഫീസത്തുൽ മിസ്രിയാ റളിയല്ലാഹു തആല അൻഹാ. ആ പ്രിയപ്പെട്ട മഹദിയുടെ ജീവിതത്തിൽ എപ്പോഴും തുല്യമാക്കിയിട്ട് എപ്പോഴും ഏറ്റെടുത്തിട്ട് ജീവിച്ച പ്രിയപ്പെട്ട ഞങ്ങളുടെ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹദി റളിയല്ലാഹു തആല അൻഹാ അവരെ പൊരുത്തം പ്രതീക്ഷിച്ചിട്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കണ്ണൂർ ജില്ലയുടെ മലയോര പ്രദേശമായ ഇരിട്ടിക്കടുത്ത പുഴക്കര എന്ന ഗ്രാമത്തിൽ നിന്ന് കാസർഗോഡ് ജില്ലയിലെ പ്രശസ്തമായ ഈ മഹനീയമായ മഖാമിലേക്ക് പൈക്കം മണവാട്ടി ബീവി റളിയല്ലാഹു അൻഹയുടെ ഉറൂസ് മുബാറക്കിലേക്ക് നിങ്ങളിൽ ഒരംഗമായിട്ട് വിനീതനായ എനിക്കും വരാൻ ഭാഗ്യം ലഭിച്ചപ്പോ മഹദിയുടെ ചാരത്ത് ചെന്നിട്ട് സിയാറ ചെയ്യുന്ന സമയത്ത് മനസ്സിനെന്തൊരു സുഖമാ, മനസ്സിനെന്തൊരു സമാധാനമാ. പ്രിയപ്പെട്ടവരെ, എന്താണെന്നറിയോ, അല്ലാഹുവുമായിട്ട് അടുത്ത ആളുകളുണ്ടല്ലോ, മഹാന്മാരുണ്ടല്ലോ. ആ മഹാന്മാരുമായി മഹദിമാരുമായി നമ്മളിങ്ങനെ കണക്ഷൻ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോ ആ കണക്ഷനിലൂടെ നമ്മുടെ ഹൃദയത്തിനും വെളിച്ചം ലഭിക്കപ്പെടുകയാണ്. എന്തേ കാരണം? അവരുടെ ഹൃദയ ശുദ്ധീകരണത്തിന് വേണ്ടി ജീവിതകാലത്ത് ഒരുപാട് നന്മ ചെയ്തവരാണ്. ആ നന്മകളിൽ പ്രധാനമാണ് വിശുദ്ധ ഖുർആൻ പാരായണമെന്നത്. അതുകൊണ്ട് പൈക്കം മണവാട്ടി ബീവി റളിയല്ലാഹു അൻഹയുടെ ഉറൂസ് മുബാറക്കില് ഈ ഉള്ളവന്റെ വിനീതന്റെ പ്രഭാഷണം കേൾക്കാൻ സജ്ജരായ ഇവിടെ ഒത്തുകൂടിയ എന്റെ പ്രിയപ്പെട്ട ബാപ്പാ, എന്റെ പൊന്നു പെങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ ജീവിതത്തിൽ ഖുർആനുമായുള്ള ബന്ധമുണ്ടാക്കണേ. ഖുർആൻ ഓതുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ വീട്ടിൽ അല്ലാഹു സമാധാനം നിലനിർത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ദിവസം ചുരുങ്ങിയത് ഒരു ജുസ് എങ്കിലും ഓതണം. നമുക്ക് തീരുമാനം എടുത്തൂടെ? ഈ കൂട്ടത്തിൽ 2, 3, 4 ജുസ് ഓതുന്ന ആളുകളുണ്ട്. ഒരു ദിവസം ഒരു ഖത്തം തീർക്കുന്ന ആളുകളുണ്ട്. ഈ അടുത്ത് ഞാൻ എൻ്റെ വന്യരായ ഷെയ്ഖുന ഉസ്താദിന്റെ കൂടെ അജ്മീർ യാത്രയിൽ പോയിരുന്നു. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തിരിച്ച് നാട്ടിലെത്തിയത്. ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ അജ്മീർ ഷരീഫിൽ ഖാജ തങ്ങളുടെ ദർബാറിലെത്തിയപ്പോ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 2 ഉസ്താദുമാര് അവിടെ നിന്ന് പ്രിയപ്പെട്ട ഗുരുവര്യരോട് പറഞ്ഞു, ഞങ്ങൾ ഇന്ന് ഖത്തം തുടങ്ങുന്നു ഉസ്താദെ, നാളത്തേക്ക് ഖത്തം തീർക്കുകയാണെന്ന് പറഞ്ഞു. അവർ അന്ന് വൈകുന്നേരം ഖത്തം ഓതാൻ തുടങ്ങി. പിറ്റേന്ന് ഉച്ചയാകുമ്പോഴേക്ക് അവർ ഒരു ഖത്തം തീർത്തു. അന്നത്തെ ദിവസം രാത്രിയിൽ കൂട്ടുപ്രാർത്ഥനയുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയിൽ അജ്മീർ ദർഗാ ഷരീഫിന്റെ ചാരത്ത് വെച്ചിട്ട് പാരായണം ചെയ്ത ഖത്മുൽ ഖുർആൻ അവിടെ നിന്ന് ദുആ ചെയ്തു. മുഅ്മിനീങ്ങളെ, മനസ്സിരുത്തിയാൽ നമുക്ക് പാരായണം ചെയ്യൽ എളുപ്പമുള്ള ഒന്നാണ് ഖുർആൻ. മുത്തുനബിക്ക് ഖുർആൻ ഓത്ത് കേൾക്കൽ വലിയ ഇഷ്ടമാണ്. പഴയ കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ വീട്ടിൽ നിന്ന് ഖുർആൻ ഓതുമ്പോൾ ആ ഓത്ത് കേൾക്കാൻ ഉപ്പയും ഉമ്മയും ഇങ്ങനെ അടുത്തുണ്ടാവും, അല്ലേ? എന്താ, നമ്മൾ അങ്ങനെയല്ലേ? എന്തെങ്കിലും അക്ഷരത്തെറ്റ് വരുമ്പോ ഓതാതിരുന്നാൽ ആരുടെ ശകാരം ലഭിക്കും? ബാപ്പാന്റെ ഉമ്മാന്റെ അടുത്തുനിന്ന്. ഇന്ന് പല സ്ഥലങ്ങളിലെ അവസ്ഥ എന്താണെന്നറിയോ? ഇന്ന് എവിടെയെങ്കിലും TV മറ്റോ തുറന്നു വെച്ചിട്ടുണ്ടാവും, കുട്ടികളെ പഠിക്കാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ടുണ്ടാവും. കുട്ടികളോട് നിങ്ങൾ പഠിക്കുന്നുണ്ട് അവിടെ ഇരുത്തും.
ഇവിടെ നിന്ന് ഇങ്ങനെ മാതാപിതാക്കള് അവരുടെ കയ്യിലുള്ള മൊബൈലോ മറ്റോ ഉപയോഗിച്ച് ഇങ്ങനെ വാർത്തകളോ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുട്ടികൾക്ക് പഠിക്കാനുള്ള മനസ്സ് വരൂല. കുട്ടികളുടെ ചിന്ത ഇവിടെ തന്നെയായിരിക്കും. കുട്ടികളുടെ കൂടെ ഇരുന്ന് ആ ഖുർആൻ പാരായണത്തിന്റെ രസങ്ങളിൽ മുഴുകണം. അള്ളാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. എന്നാൽ മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട മക്കളുടെ ഖുർആൻ പാരായണം കേൾക്കാൻ വളരെ മനോഹരമായിരിക്കും. ആ മക്കളെ കൊണ്ട് ഖുർആൻ ഓതിപ്പിച്ചിട്ട് കുട്ടികളുടെ കൂടെ നമ്മളും ഖുർആൻ പാരായണത്തിൽ മുഴുകുമ്പോ ഹൃദയത്തിന് വലിയ സമാധാനം ലഭിക്കുന്നതാ. മുത്തുനബി തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു ഖുർആൻ ഓത്ത് കേൾക്കാൻ. ഒരിക്കലും ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് നബി തങ്ങൾ വീട്ടിലേക്ക് പോയി അല്പനേരം വിശ്രമിക്കാമെന്ന് കരുതി നിൽക്കുമ്പോ പെട്ടെന്നാണ് പള്ളിയിൽ നിന്ന് മനോഹരമായ ഖുർആൻ പാരായണം നബി തങ്ങൾ കേൾക്കുന്നത്. മുത്തുനബി വീട്ടിലായിരുന്നു. വീട്ടിലുള്ള നേരത്ത് പള്ളിക്കകത്ത് നിന്ന് ഖുർആൻ പാരായണത്തിന്റെ ശൈലി ശബ്ദ ഭംഗി കേട്ടപ്പോ നബി തങ്ങൾ അതാ വീട്ടിൽ വിശ്രമിക്കാതെ ഇറങ്ങി വരികയാ. പള്ളിയുടെ ചാരത്തേക്ക് വരികയാണ്. എല്ലാവരും സുഖനിദ്രയിലങ്ങ് നീങ്ങുമ്പോ പള്ളിക്കകത്ത് നിന്ന് മനോഹരമായ ഖുർആനോത്ത് കേട്ടു മുത്തുനബി തങ്ങള്. പള്ളിയുടെ അരികിൽ വന്നപ്പോ വാതിലുകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. ആ വാതിൽ തുറന്ന് ഞാനെങ്ങാനും അകത്ത് കയറിയാൽ പള്ളിക്കകത്ത് നിന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നവർ എന്നെ കണ്ടു ഓത്ത് നിർത്തുമോ എന്ന ആശങ്ക നബി തങ്ങൾ വെച്ചു. മുത്തുനബി എന്ത് ചെയ്തെന്നറിയോ? ഡോറ് തുറക്കാതെ പള്ളിയുടെ ചുറ്റുഭാഗത്തേക്ക് മുറ്റത്തുകൂടി നടന്ന് വന്നിട്ട് പള്ളിക്കകത്ത് നിന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ ഓത്ത് കേൾക്കാൻ പള്ളിയുടെ തൊട്ട് പിറകെയായി പുറത്തായിട്ട് അബീ മൂസൽ അശ്അരി തങ്ങൾ ഇരുന്ന ഇരിപ്പിന്റെ അടുത്തുള്ള ചുമരിന്റെ തൊട്ട് പിറകെയായി പള്ളിയുടെ പുറത്ത് നബി തങ്ങൾ ഇങ്ങനെ നിന്നു. അബീ മൂസൽ അശ്അരി തങ്ങളുടെ ഓത്തിങ്ങനെ കേട്ടിരുന്നു. സമയമങ്ങനെ നീങ്ങി. സുബ്ഹിയുടെ നേരം അടുക്കാൻ തുടങ്ങി. തഹജ്ജുദിന് വേണ്ടി ആളുകളൊക്കെ പള്ളിക്കകത്ത് കയറാൻ തുടങ്ങി. മുത്തുനബി തങ്ങളും പള്ളിയുടെ അകത്ത് കയറി. സുബ്ഹിയുടെ ബാങ്കിനടുത്തു ബാങ്ക് വിളിച്ചു. ബാങ്ക് വിളി കഴിഞ്ഞു. നിസ്കാരത്തിന്റെ സമയമായി. നിസ്കാരം കഴിഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞു. നബി തങ്ങൾ സഫിൽ അവിടെ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് നബി തങ്ങൾ ചോദിച്ചു, ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ അബീ മൂസൽ അശ്അരി ഉണ്ടോ? സദസ്സിൽ നിന്ന് സഫിൽ നിന്നതാ ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ്, ഞാനിതാ നബിയെ അങ്ങയുടെ മുന്നിലിരിപ്പുണ്ട്. നബി തങ്ങൾ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ അബാ മൂസ ലഖദ് ഊതീത മിസ്മാറൻ മിൻ മസാമീരി ആലി ദാവൂദ്. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബത്തിന് അല്ലാഹു കൊടുത്ത ശബ്ദമാധുര്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അബീ മൂസ. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിന് അല്ലാഹു കൊടുത്ത ശബ്ദമാധുര്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അബീ മൂസ. ഇതങ്ങ് പറഞ്ഞപ്പോ അബീ മൂസൽ അശ്അരി തങ്ങൾ ഇങ്ങനെ ആലോചിച്ചു, റബ്ബേ, എപ്പോഴാണ് മുത്തുനബി തങ്ങൾ എന്റെ ശബ്ദം കേട്ടത്? നബി തങ്ങൾ എന്റെ ഖുർആൻ പാരായണമെങ്ങാനും കേട്ടുപോയോ? നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നക കുന്ത തസ്തമിഉ ലി യാ ഹബീബല്ലാഹ്, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങാതെ പാരായണം ചെയ്ത ഖുർആൻ അങ്ങ് കേട്ടിരുന്നോ നബിയേ? ഉടനെ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അതേ അബീ മൂസ, അങ്ങയുടെ ഊത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് പറഞ്ഞ ഉടനെ ഫബകാ ബുകാഅൻ അനീനാ, അബീ മൂസൽ അശ്അരി തങ്ങൾ തേങ്ങി കരയാൻ തുടങ്ങി. കരഞ്ഞുകൊണ്ടിരിക്കുന്ന അബീ മൂസൽ അശ്അരി തങ്ങളുണ്ടല്ലോ, മഹാനുഭാവന്റെ കരച്ചിൽ കണ്ടിട്ട് നബി തങ്ങൾ ചോദിച്ചു, അല്ല അബീ മൂസ, അങ്ങെന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ഞാൻ അങ്ങയ്ക്ക് വേദനിപ്പിക്കപ്പെടുന്ന വാക്കുകളൊന്നും പ്രയോഗിച്ചിട്ടില്ലല്ലോ, പിന്നെന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുമ്പോ അബീ മൂസൽ അശ്അരി തങ്ങൾ പറയുന്നു, നബിയേ, ഞാൻ എന്റെ ഖുർആൻ പാരായണത്തിൽ അങ്ങ് മുഴുകിയിട്ടുണ്ട്. പക്ഷേ അങ്ങന്റെ ഓത്ത് കേൾക്കുന്നുവെന്നത് ഞാൻ അറിഞ്ഞില്ല നബിയേ. അറിഞ്ഞിരുന്നെങ്കിൽ ഇതിലും ഭംഗിയായി ഞാൻ ഓതുമായിരുന്നു നബിയേ. അങ്ങയുടെ പൊരുത്തം എനിക്ക് കിട്ടുമായിരുന്നല്ലോ നബിയേ. ഉടനെ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, കരയണ്ട അബീ മൂസ, അല്ലാഹുവിനെ ഏറെ ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ നിങ്ങളെ റബ്ബ് ചേർത്തിട്ടുണ്ട് അബീ മൂസ. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടാ ഖുർആൻ ഓത്ത് കേൾക്കാൻ.
ഞങ്ങൾക്കും ഖുർആനുമായി ബന്ധപ്പെടാൻ തൗഫീഖ് തരട്ടെ, അള്ളാഹു ഭാഗ്യം തരട്ടെ. വല്ലാത്തൊരു വാക്കാണ്. നിങ്ങൾക്ക് പഴയ കാലം ഓർമ്മ ഉണ്ടോ? നമ്മളെ നാട്ടിനൊക്കെ വീടിന്റെ ആ സിറ്റ് ഔട്ടിൽ ഒരു തറയുണ്ടായിരുന്നു. അതിന് കരേത്തന എന്നാ പറയാ. ഇവിടെ എന്താ പറയാ? പത്തിക്കാല എന്താ പറയാ? ഇവിടെ അങ്ങനെ ഒരു തറ ഉണ്ടായിരുന്നോ ആ പഴയ കാലത്ത്? വരാന്തയില് എന്ത്? അതന്നെ. അതിന്റെ മുകളിൽ ഒരു കയറ് കൊണ്ടൊരു പലക ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാകും. ആ പലകയുടെ മുകളിൽ ഒരു തുണിസഞ്ചിയിൽ ഇങ്ങനെ ഉറയുടെ ഉൾഭാഗത്ത് മുസാഫ് വെച്ച് നാട കൊണ്ട് കെട്ടിയിട്ടൊരു മുസാഫ് ഇങ്ങനെ വെക്കുമായിരുന്നു. ആ മുസാഫ് ഇങ്ങനെ എടുത്ത് നാട അഴിച്ച് അതിന്റെ അകത്ത് നിന്ന് കവറിൽ നിന്ന് മുസാഫ് എടുത്ത് പാരായണം ചെയ്യുന്ന ഒരു കാലുണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ പോയി. ഇന്ന് വീട്ടിൽ ഖുർആനുണ്ട്, പക്ഷെ എടുത്ത് ഓതി നോക്കാൻ ഇന്ന് അധിക വീടുകളിലും പോയാൽ എല്ലാവരും ഇങ്ങനെ ഇരിക്കും അല്ലേ? കുറ്റപ്പെടുത്തല്ല, പക്ഷെ ഓർമ്മപ്പെടുത്താണ്. സ്വന്തം ഭാര്യ വരെ ഭർത്താവിനോട്, ഭർത്താവ് കടയിലേക്ക് പോയാലാ വാട്സപ്പിൽ ഇക്ക ചായയൊക്കെ കുടിച്ചിട്ടില്ലേ? വീട്ടിൽ നിന്ന് കൃത്യമായി സലാം പറയാൻ പോലും നേരം കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് ഇന്ന് പലരുടെയും ശ്രദ്ധകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പരസ്പരമുള്ള ബന്ധങ്ങൾ താറുമാറാകപ്പെടുന്ന ഒരു കാലമാണ്. ഇവിടെയാണ് മുത്തനബി തങ്ങൾ പറഞ്ഞത്, ഖുർആനുമായി ബന്ധപ്പെടുന്ന ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയത്തിൽ വലിയ സമാധാനം റബ്ബ് തരുന്നതാണ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബ് നീ എപ്പോഴും ശുദ്ധിയാക്കി സൂക്ഷിക്കണേ അല്ലാഹ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നത്, ജീവിതകാലത്ത് നമ്മിൽ നിന്ന് പല തെറ്റുകുറ്റങ്ങളും വന്നുപോയവരാവാം, മനുഷ്യ സഹജമായിട്ട് പല തെറ്റുകുറ്റങ്ങളിലും ഏർപ്പെട്ടു പോയവരാവാം. ഒരിക്കലും നമ്മൾ പടച്ചവന്റെ മുന്നിൽ തൗബ ചെയ്യാതെ മാറി നിൽക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ മുന്നിൽ പാശ്ചാത്തപിച്ച് പൊട്ടിക്കരഞ്ഞിട്ടങ്ങ് ദുആ ചെയ്യുമ്പോ പാപപങ്കുലമായ ഹൃദയത്തിലെ പാപക്കറകളെ പടച്ച റബ്ബ് മായിച്ചു കളയുന്നതാണ്. അങ്ങനെ ജീവിച്ച മഹത്തുക്കളുടെ പാതയാണ് നമ്മൾ അവലംബമാക്കേണ്ടത്. കാരണം എന്തെന്നറിയോ? നമ്മുടെ മുന്നിലേക്ക് ആത്മാവ് പിടിക്കാൻ വേണ്ടി അസ്രായീൽ അലൈഹിസ്സലാം വരുന്ന നേരമുണ്ട്. ആ വരുന്ന നേരത്ത് നമ്മുടെ ആത്മാവ് പിടിക്കാൻ വേണ്ടി വരുന്നതിന്റെ തൊട്ടു മുമ്പ് അല്ലാഹു നമ്മുടെ മുന്നിലേക്ക് മലക്കുകളെ പറഞ്ഞേക്കുന്നതാണ്. കൂട്ടത്തിൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായ രണ്ട് മലക്കുണ്ടല്ലോ, റഖീബ് അതീദ് അലൈഹിമുസ്സലാത്തു വസ്സലാം എന്ന രണ്ട് മലക്കുകള്. ആ രണ്ട് മലക്കുകളെ ഒരു മയ്യത്തിന്റെ അരികിലേക്ക്, അഥവാ മരണമാസന്നമാകുന്ന മനുഷ്യന്റെ അരികിലേക്ക് പറഞ്ഞേക്കുമത്രേ. ആ രണ്ട് മലക്ക് വന്നിട്ട് ജീവിതത്തിൽ നന്മ ചെയ്ത് ജീവിച്ച നല്ല മനുഷ്യനാണെങ്കിൽ, ഖുർആനുമായി ബന്ധപ്പെട്ടവനാണെങ്കിൽ, സൽ സ്വഭാവത്തോടെ ജീവിച്ചവനാണെങ്കിൽ, ദാനധർമ്മം ചെയ്തവനാണെങ്കിൽ, ആളുകളുടെ ഇടയിൽ നല്ല പ്രവർത്തനങ്ങൾ നടത്തിയവനാണെങ്കിൽ, പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, ദർസിന് വേണ്ടി, ദർസ് മക്കൾക്ക് വേണ്ടി, ദീനിന് വേണ്ടി, ദീനിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി, ഉറൂസ് മുബാറക്കിന്റെ വിജയങ്ങൾക്ക് വേണ്ടി, നാട്ടിലുള്ള നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അകമടിഞ്ഞ് സഹകരിച്ച് സഹായിച്ച് ജീവിതത്തെ സ്വായത്തമാക്കിയവനാണെങ്കിൽ അവന്റെ മരണനേരമുണ്ടല്ലോ, ആ മരണനേരത്ത് രണ്ട് മലക്ക് വന്നിട്ട് അവരോട് പറയുന്നത്, ജസാകല്ലാഹു ഖൈറാ, മോനെ നിനക്കല്ലാഹു ഗുണം ചെയ്യട്ടെ, നീ എത്രയെത്ര നല്ല സ്ഥലങ്ങളിൽ ഞങ്ങളെ കൊണ്ടുപോയിട്ടിരുത്തിയവനാ. പൈക്കം മണവാട്ടി ബീവി റളിയല്ലാഹു അൻഹയുടെ ഉറൂസ് നടക്കുമ്പോ ആ ഉറൂസ് മുബാറക്കിലെ പ്രഭാഷണത്തിന്റെ സദസ്സിൽ നീ ഞങ്ങളെ ഇരുത്തിയില്ലേ? അവിടെ നടന്ന സയ്യിദ് അവറുകളുടെ പ്രാർത്ഥനയിൽ നീ ഞങ്ങളെ കൊണ്ടുപോയിട്ടിരുത്തിയില്ലേ? ഒരുപാട് നല്ല നല്ല വാദിന്റെ മജ്‌ലിസുകളില്, ദർസിന്റെ സദസ്സുകളില്, സ്ഥാപനങ്ങളിൽ നടക്കുന്ന ക്ലാസുകളില്, ഖുർആനുമായി ബന്ധപ്പെട്ട ചർച്ചകളില്, പ്രാർത്ഥനകൾ നടക്കുന്ന സദസ്ഥലങ്ങളില് നീ ഞങ്ങളെ കൊണ്ടുപോയിട്ടിരുത്തിയില്ലേ മോനെ? പള്ളിയുടെ മിനാരങ്ങളുടെ മുകളിൽ നിന്ന് വിജയത്തിലേക്ക് വാ, നിസ്കാരത്തിലേക്ക് വാ എന്ന വിളി കേട്ടപ്പോ നിസ്കരിക്കാൻ വേണ്ടി നീ ചെന്നല്ലോ മോനെ. റബ്ബ് നിനക്ക് തന്ന സമ്പത്തിൽ നിന്ന് നീ ആ സമ്പത്ത് നല്ല രൂപത്തിൽ ചെലവഴിച്ചല്ലോ മോനെ.
പല നന്മകളും എടുത്തു പറഞ്ഞിട്ട് ആ മലക്കുകൾ പറയുന്നത്, അതുകൊണ്ട് ഭയപ്പെടണ്ട, സങ്കടപ്പെടണ്ട, ടെൻഷൻ അടിക്കണ്ട, നിനക്കിതാ സ്വർഗമെന്ന് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഇനി നേരെ മറിച്ച് വേറൊരാളുടെ മരണമുണ്ട്. തെമ്മാടിയായിട്ട് ജീവിച്ച മനുഷ്യനാണെങ്കിൽ, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും അടിമയായിട്ട്, നിസ്കാരമില്ല, നോമ്പില്ല, നന്മയില്ല, ഉറൂസ് മുബാറക്കിന്റെ സദസ്സുകളെ വരെ ധിക്കാരമായിട്ട് കണ്ടുകൊണ്ട് നടന്നവന്, ദീനിന്റെ കാര്യങ്ങൾ പറയുമ്പോ ആ കാര്യങ്ങളെ വളച്ചൊടിച്ച് കളിയാക്കി നടന്നവന്, അത്തരക്കാരുടെ മരണനേരത്തുള്ള രംഗമെന്തെന്നറിയോ? ഈ രണ്ട് മലക്കുകൾ വന്നിട്ട് അവനോട് പറയുന്നതാ, ഇല്ലടാ, നിനക്ക് രക്ഷയില്ല. കാരണം എന്തെന്നറിയോ? ഫറുബ്ബ മജ്ലിസിൻ സൂഇൻ അജ്ലസ്തനാ വകലാമിൻ ഖബീഹിൻ അസ്മഅതനാ വഗൈറു സാലിഹിൻ ഇഹ്തദർതനാ. നീ എത്രയെത്ര മോശമായ സ്ഥലങ്ങളിലാണ് ഞങ്ങളെ കൊണ്ടുപോയിട്ടിരുത്തിയത്. പുതിയ പുതിയ ഫിലിമുകൾ ഇറങ്ങുന്നു എന്ന് കണ്ടപ്പോ തിയേറ്ററിന്റെ മുൻപന്തിയിൽ തന്നെ നീ ഞങ്ങളെയും കൊണ്ടുവന്നിരുത്തിയില്ലടോ. നീ ദുഷിച്ച കൂട്ടുകാരുടെ കൂടെ കൂടിയപ്പോ ദുഷ്ടന്മാരുടെ കൂടെ നീ ഞങ്ങളെ കൊണ്ടുവന്നിരുത്തിയില്ലടോ. നീ മോശമായ പ്രവർത്തനങ്ങളിൽ ഇടപെടുമ്പോ അവിടെയൊക്കെ ഞങ്ങളെ കൊണ്ടുപോയില്ലടാ. വൃത്തികെട്ട സ്വരങ്ങൾ ആളുകളിൽ നിന്ന് കേൾക്കുമ്പോ അത് കേൾക്കാൻ വേണ്ടി നീ മത്സരിച്ച് അവിടെ ഇരുന്നില്ലടാ. അവനാകെ വേജാറിലും വെപ്രാളത്തിലും ഇങ്ങനെ പിടയുന്ന നേരമാണ് ഈ രണ്ട് മലക്ക് വന്നിട്ട് അവനോട് പറയുന്നത്, അതുകൊണ്ട് നിനക്ക് നഷ്ടമാണ്, നാശമാണ്, ദുഃഖമാണ്, നരകമാണ് നിന്റെ മുന്നിലുള്ളതെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യന്റെ മുന്നിൽ രണ്ട് മലക്കുകൾ വന്നിട്ട് ഭീകരമായ രൂപത്തിൽ അവിടെ നിന്ന് സംസാരിക്കുമ്പോ അവന്റെ ആ നേരത്തുള്ള രംഗമെന്തെന്നറിയോ? വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: വഖീല മൻ റാഖ് وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. അവന്റെ മരണം ഉറപ്പിച്ച് നിൽക്കുന്ന നേരമാണ്. കൈകാലുകൾ ബന്ധിപ്പിക്കപ്പെട്ടതുപോലെ അവന് തോന്നുകയാണ്. അവന്റെ റൂഹ് തൊണ്ടക്കുടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവൻ വെപ്രാളപ്പെട്ടുകൊണ്ട് മരണത്തിന്റെ വേദനയിൽ ഇങ്ങനെ കടിച്ചമർത്തിയിട്ട് പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവനാകെ വേജാറിലും വെപ്രാളത്തിലും പടച്ചവനിലേക്കുള്ള മടക്കയാത്രയെ കുറിച്ചിട്ട് ഭീകരമായ നരകത്തിന്റെ അവസ്ഥകൾ കണ്ട് ഭയപ്പാടോടെ കിടക്കുമ്പോ ഈ രംഗം അവന് വന്നതെന്തുകൊണ്ടാണ്? വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ഫലാ സ്വദ്ദഖ വലാ സ്വല്ലാ. അവന്റെ കയ്യിൽ ധാരാളം സമ്പത്തുണ്ടായിരുന്നു, പക്ഷെ അവൻ ഒരാൾക്കും ധർമ്മം ചെയ്യാൻ മനസ്സ് കാണിച്ചില്ല. 5 നേരം നിസ്കരിക്കാനുള്ള കഴിവ് അവനുണ്ടായിരുന്നു, പക്ഷെ നിസ്കരിക്കാൻ വേണ്ടി അവന്റെ മനസ്സവൻ കൊണ്ടുവന്നില്ല. നിസ്കാരം എന്ന വളരെ പ്രധാനപ്പെട്ട നന്മയെ അവന്റെ ജീവിതത്തിൽ അവൻ കൊണ്ടുവന്നതേ ഇല്ല. പിന്നെ അവന്റെ അവസ്ഥ എന്തെന്നറിയോ? വലാകിൻ കദ്ദബ വതവല്ലാ. പണ്ഡിതന്മാര് വല്ല അറിവുകളും പറയുമ്പോ പള്ളിയിൽ നിന്ന് ജുമാക്ക് ശേഷം പ്രിയപ്പെട്ട ഉസ്താദ് ദീനിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച നടത്തുമ്പോ, അതല്ലെങ്കിൽ പ്രഭാഷണത്തിന്റെ മജ്ലിസുകൾ സംഘടിപ്പിക്കപ്പെട്ടാൽ ആ സദസ്സിൽ പ്രഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ അവരിതിങ്ങനെ കേൾക്കുന്നുണ്ടാകും. പക്ഷേ അവരിങ്ങനെ പറയും, ഇതൊക്കെ എത്ര ഉസ്താദുമാര് വാത് പറഞ്ഞത്. എന്നിട്ട് ആരാണിവിടെ നന്നായത്? അവരിങ്ങനെ പറഞ്ഞങ്ങ് പോവുക എന്നല്ലാതെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞു കളഞ്ഞ് നടക്കുന്നൊരവസ്ഥ. ദീനിന്റെ കാര്യങ്ങളെ കളവാക്കപ്പെട്ടുകൊണ്ട് നടക്കുന്ന അവസ്ഥയാണ് അവന്. ഈ രൂപത്തിൽ ഭീകരമായ രംഗം മരണനേരത്ത് കാണുമ്പോ അവനോട് ഈ രണ്ട് മലക്ക് പറയും: അബ്ശിർ യാ അദുവ്വല്ലാഹി ബിന്നാർ. നിനക്ക് നരകമുണ്ടടാ എന്ന് പറഞ്ഞിട്ട് നരകത്തിന്റെ ഭീകരരംഗോ അവന് കാണിച്ചു കൊടുക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും അവസാന നിമിഷം നന്മയുള്ളതാവാനുള്ള പ്രവർത്തനം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം.
ഇന്ന് മീഡിയകളുടെ കാലമാണ്. വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. മാത്രമല്ല, നമ്മുടെ പെൺമക്കളെയൊക്കെ പല രൂപങ്ങളിലും വലവീശിയിട്ട് പ്രിയപ്പെട്ട മക്കളെ ദീനിന്റെ ചട്ടക്കൂടുകളിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയപ്പെട്ട് കൊണ്ടുപോകാൻ വേണ്ടി പലരും പല വിധത്തിലും പരിശ്രമിക്കുന്ന കാലമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം മുഅ്മിനീങ്ങളെ, നമുക്ക് അല്ലാഹു തന്ന ആയുസ് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടുത്താനുള്ളതല്ല. നമ്മുടെ മുന്നിലേക്ക് അസ്റായീൽ അലൈഹിസ്സലാം വരുമ്പോഴേക്ക് നമ്മൾ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കണോ, പരലോകത്തേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ഒരുക്കം കൂട്ടണോ. കാരണം നമ്മുടെ അരികിലങ്ങ് ആത്മാവ് പിടിക്കാൻ വേണ്ടി മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങ് വന്നിട്ട് റൂഹങ്ങ് പിടിച്ചു കടിയുമ്പോ നമ്മുടെ വീടിന്റെ സെൻട്രൽ ഹാളിൽ നമ്മെ കൊണ്ടുവന്നിട്ട് കിടത്തുന്നൊരു ദിവസമുണ്ട്. നമ്മുടെ വീടിന്റെ സെൻട്രൽ ഹാളിൽ ഇങ്ങനെ നമ്മളെ അങ്ങ് കിടത്തുമ്പോ മുഖത്തിട്ട മുണ്ടും ചിലര് വന്നുയർത്തുന്നേ, കൈകെട്ടി മിണ്ടാ തന്ന് നീ കിടക്കുന്നേ. നമ്മുടെ മുഖത്ത് നീട്ടി വലിച്ചിട്ട വെള്ളമുണ്ടുണ്ടല്ലോ, ആ മുണ്ടിങ്ങനെ ഉയർത്തിയിട്ട് പല ആളുകളും നമ്മുടെ മുഖമിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ, ഇന്നലെ വരെ ആരടാ എന്ന് ചോദിച്ചപ്പോ ഞാനടാ എന്ന് തന്റെ ഇടത്തോടെ പറഞ്ഞ മനുഷ്യനാണ്. പക്ഷെ ഇന്ന് അവന് മിണ്ടാൻ കഴിയുന്നില്ല. അവന്റെ മുഖത്തിട്ട് മുണ്ടുയർത്തി ആളുകൾ ഇങ്ങനെ അവനെ കാണുന്നുണ്ട്. അവനിങ്ങനെ കണ്ടുകൊണ്ട് ആളുകൾ പിരിഞ്ഞു പോകുന്നുണ്ട്. അപ്പോഴേക്കും കുളിപ്പിക്കാനുള്ള സമയമായി. കുളിപ്പിക്കാൻ വേണ്ടി മയ്യത്തങ്ങ് കൊണ്ടുപോവുകയാണ്. ഇന്നലെ വരെ റൂമിനകത്തുള്ള ബാത്റൂമിൽ കയറിയിട്ട് ബട്ടണമർത്തിയപ്പോ 4 ഭാഗങ്ങളിൽ നിന്ന് വെള്ളം തെറിച്ച് വെള്ളം സ്പീഡ് ജലായി വന്ന് വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ട് ശരീരത്തെ കുളിപ്പിച്ചവനായിരുന്നു. ഇന്നവന് ഒരു കുളിക്കുള്ള അവസരമില്ല. ഷവർ പൈപ്പിലുള്ളൊരു കുളിയതും നിലച്ചന്നേ. അവന്റെ കുളിയുടെ രൂപം മാറുകയാണ്. ആളുകൾ വന്നവനെ കുളിപ്പിക്കുകയാണ്. കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞിട്ട് അവന്റെ മയ്യത്ത് അഥവാ ആ മയ്യത്തെടുത്ത് കൊണ്ടുവന്നിട്ട് വീടിന്റെ സെൻട്രൽ ഹാളിലേക്ക് അങ്ങ് വരുമ്പോഴേക്ക് പൊതിയുന്ന തുണി 3 ക്ഷണം വിരിക്കുന്നേ. അതിലേക്ക് താങ്ങിയെടുത്തതാ കിടത്തുന്നേ. ഈ ഞന്റെയും നിങ്ങളുടെയും അവസാന ഘട്ടത്തിലുള്ള അവസ്ഥയെക്കുറിച്ചാ പറയുന്നത്, മറ്റൊരാളെ കുറിച്ചല്ല പറയുന്നത്. ഞാൻ എന്നെ കുറിച്ചാണെന്ന് ഓർമ്മിക്കണോ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ അവസാന നിമിഷത്തെ കുറിച്ചൊന്ന് ആലോചിക്കണോ. അങ്ങനെ കൊണ്ടുവന്നിട്ട് വീടിന്റെ സെൻട്രൽ ഹാളിൽ വിരിച്ചു വെക്കപ്പെട്ട കഫൻ പുടവയിലേക്ക് മയ്യത്ത് കൊണ്ടുവന്നിട്ട് അങ്ങ് വെച്ചിട്ട് അവിടെ അങ്ങ് കഫൻ ചെയ്തു തുടങ്ങുമ്പോ കഫൻ ചെയ്യുന്ന ആളുണ്ടൊരു വിളിച്ചു പറയാന്, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. ഇനി ആരെങ്കിലും മയ്യത്ത് കാണാനുണ്ടോ എന്നവിടെന്ന് കഫൻ ചെയ്യുന്ന ആള് വിളിച്ചു ചോദിക്കുമ്പോ കണ്ടവർ തന്നെ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനം ആ മയ്യത്ത് അവിടെ നിന്നെടുത്തിട്ട് പള്ളിയിലേക്ക് അങ്ങ് കൊണ്ടുപോകാൻ ഇറങ്ങുമ്പോ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വിയോഗത്തിൽ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഭാര്യയുണ്ടല്ലോ, ബോധക്ഷയത്താൽ ഭാര്യയും തളരുന്നേ. താങ്ങിക്കിടത്താൻ പലരുടൻ കൂടുന്നേ. ഭർത്താവിന്റെ വിയോഗത്തിൽ സങ്കടപ്പെട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യ അവിടെ നിന്ന് ഭർത്താവിന്റെ മയ്യത്ത് വീട്ടിൽ നിന്നും എടുത്ത് പുറത്തു പോകുന്ന രംഗം കാണുമ്പോ ഭാര്യ വീട്ടിന്റെ അകത്ത് നിന്ന് ബോധരഹിതയായി താഴെ വീഴുകയാണ്. അടുത്തുള്ള വേണ്ടപ്പെട്ട സഹോദരിമാരൊക്കെ ഓടി വന്നവളെ താങ്ങിക്കിടത്തുകയാണ്. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ മകന്റെ മയ്യത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് ഉമ്മ കാണുന്നത്. ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോയോ കാണലെന്നാ നിന്നെ. നീ എന്നെ വിട്ട് യാത്ര പോവുകയാണ് മോനെ. എപ്പോഴാണ് മോനെ ഇനി ഇപ്പൊ ഉമ്മ കാണുന്നത്? ഉമ്മാന്റെ മോൻ ഉമ്മയെ വിട്ട് പോവുകയാണോ? ഉമ്മാക്ക് മുമ്പേ മോന്റെ മരണം നടന്നു പോയതാ. ആ പ്രിയപ്പെട്ട ഉമ്മ മോനെ നോക്കിയിട്ട് കരയുകയാ.
അതിനിടയിലാണ് പ്രിയപ്പെട്ടവര്, ഞാനും നിങ്ങളും സ്നേഹത്തോടെ പോറ്റി വളർത്തിയ ഞങ്ങളുടെ പൊന്നു മക്കളുണ്ടല്ലോ, ആ മക്കളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ദിവസം നമ്മുടെ മക്കളെ കണ്ടില്ലെങ്കിൽ നമുക്ക് ഉറക്ക് വരില്ലല്ലോ. പ്രവാസികളെ കുറിച്ചൊന്ന് ഓർത്തു നോക്കൂ. ഗൾഫ് നാടുകളിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രവാസികള്, അവർക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ നാട്ടിലുള്ള മക്കള്, ഭാര്യയെ, മാതാപിതാക്കള് വീഡിയോ കോളിലൂടെ അവരിങ്ങനെ ഫോൺ ചെയ്യുമ്പോ, ആ വീഡിയോ കോളിലൂടെ മക്കളെ ഒന്ന് കാണുമ്പോ അവർക്കൊരു സമാധാനമാണല്ലോ. അങ്ങനെയുള്ള ഞങ്ങളുടെ പൊന്നുമക്കളുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട മക്കള് ഞങ്ങളുടെ വേർപാടങ്ങറിയുമ്പോ, ഉപ്പാന്റെ മയ്യത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന രംഗം കാണുമ്പോ അരുമക്കിടാങ്ങള് ബാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം ചെയ്യാതവൻ പിരിയുന്നേ. പൊന്നുമക്കളോടി വന്നിട്ട് വിളിക്കുന്നു, ബാപ്പാ ബാപ്പാ ബാപ്പാ. ബാപ്പ എവിടെയാണ് വെള്ളത്തുണിയും പുതച്ചിട്ട്, വെള്ളപ്പുതപ്പും പുതച്ചിട്ട് പോകുന്നത്? ബാപ്പാന്റെ കൂടെ നിന്നിട്ട് എന്റെ കൊതി തീർന്നിട്ടില്ല ബാപ്പാ. ബാപ്പ എവിടെയാണ് യാത്ര പോകുന്നത്? ബാപ്പ എവിടെന്ന് മക്കൾക്കുള്ള ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നില്ല. ബാപ്പ എവിടെന്ന് യാത്ര പോവുകയാ? മയ്യത്ത് പള്ളിയിലങ്ങെത്തുന്നു. മയ്യത്ത് നിസ്കാരം അങ്ങ് കഴിഞ്ഞപ്പോ മയ്യത്തെടുത്തിട്ട് കബറിലേക്ക് അങ്ങ് കൊണ്ടുവെക്കപ്പെടുന്നൊരു നേരമുണ്ട്. എന്റെ പൈക്കം മണവാട്ടി ബീവി റളിയല്ലാഹു അൻഹയുടെ ഉറൂസില് സജ്ജനായ മുത്തുമുഅ്മിനീങ്ങള് ഖബറടക്കാൻ വേണ്ടി മയ്യത്തെടുത്തിട്ട് ഖബർസ്ഥാനിയിലേക്ക് അങ്ങ് പോകുമ്പോ, ആ ഖബർസ്ഥാനിയിൽ നമുക്ക് വേണ്ടി കുഴിച്ചു വെക്കപ്പെട്ട ഖബറിനരികില് മയ്യത്ത് കട്ടില് വെച്ചിട്ട്, മയ്യത്ത് കട്ടിലിൽ നിന്ന് സ്കെച്ചറിൽ നിന്ന് മയ്യത്ത് ഇങ്ങനെ എടുത്തിട്ട് ഖബറിലേക്ക് താഴ്ത്തി വെക്കപ്പെടുമ്പോ, ആ ചെറുകുടിയിലേക്ക് ഞങ്ങളെ താഴ്ത്തുന്ന നേരത്ത് ഒരു തോർത്തുമുണ്ട് ഞങ്ങളുടെ ശരീരത്തിന്റെ സെൻട്രൽ ഭാഗത്തായിട്ട് കെട്ടുകയാണ്. ആ തോർത്തുമുണ്ടിൽ പിടിച്ചിട്ടാണ് കിവിടക്ക് ചരിച്ച് കിടത്തിയിട്ട് ആ ചെറുകുടിയിലേക്ക് നമ്മളെ അങ്ങ് താഴ്ത്തി വെക്കുന്നത്. എന്തിനാണ് തോർത്ത് കെട്ടി താഴെ ഇറക്കുന്നത്? കൈകൊണ്ട് നമ്മുടെ മയ്യത്തെടുത്ത് താഴെ വെക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്? അത്രയും ഇടുങ്ങിക്കിടക്കുന്ന ഇടമാണ് ആ ചെറുകുടി. അവിടെ നിന്ന് തോർത്ത് കെട്ടി ഇറക്കിയാൽ നമ്മളെ കടത്തിയതിന് ശേഷം ആ തോർത്തിന്റെ കെട്ടടിച്ചിട്ട് സൈഡിലൂടെ തോർത്തിങ്ങനെ മുകളിലേക്ക് വലിച്ചെടുക്കുകയാണ്. അത്രത്തോളം ഇടുക്കുള്ള ചെറുകുടിയിൽ നമ്മളെ അങ്ങ് കടത്തിയിട്ട് മുകളിലങ്ങ് മൂടുപലക വെച്ചിട്ട് ഫില്ല് ചെയ്യുകയാണ്. മൂടുപലക വെച്ചതിന് ശേഷമോ ഖബറിന്റെ ചാരത്തുള്ള ആളുകളൊക്കെ 3 പടി മണ്ണങ്ങ് വാരുകയോ. എന്നിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖറാ എന്നും പറഞ്ഞ് 3 പടി മണ്ണങ്ങ് വാരിയിടുകയോ. ഖബറിനകത്ത് ഒറ്റയ്ക്ക് കിടക്കുന്ന അവസ്ഥ ഒന്ന് നോക്കൂ. പുറത്തുള്ള വെളിച്ചമൊക്കെ പോവുകയാ. ഖബറിന്റെ ഇരുട്ടവിടെ നിന്ന് അനുഭവിക്കുകയാ. പിന്നെ ഖബറ് കുടിച്ചവര് ഖബറങ്ങ് മൂടുകയാ. തസ്ബീഹ് തൽഖീന് പ്രാർത്ഥന കഴിഞ്ഞെല്ലാവരും അങ്ങ് പിരിയുമ്പോ ആ ഖബറിനകത്ത് ചോദ്യം ചെയ്യാൻ വേണ്ടി വരുന്ന മലക്കുകളുടെ വരവുണ്ടല്ലോ, ആ വരവും പ്രതീക്ഷിച്ചിട്ട് കിടക്കുന്ന ആ പ്രിയപ്പെട്ടവര്, അല്ലാഹുവേ ഞങ്ങളുടെയൊക്കെ ആഖിബത്ത് നന്നാക്കി പരലോകം വിജയത്തിലാക്കണമല്ലാ. നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് പലരും മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ ഖബറുകളൊക്കെ സ്വർഗഭവനമാക്കണമല്ലാ. അവർക്കൊക്കെ സ്വർഗീയ ഭക്ഷണോ, സ്വർഗീയ പാനീയോ, സ്വർഗീയ വിരിപ്പ് അവരുടെ ഖബറിൽ നൽകണമല്ലാ. മുഅ്മിനീങ്ങളെ, ഞാൻ എന്തിനാണ് ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയതെന്നറിയോ? നമ്മുടെ മരണമാസന്നമാകുന്ന ആ ഭീകരമായ ഘട്ടത്തെക്കുറിച്ചൊന്ന് ഓർക്കാനാണ്. അത് ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സംശുദ്ധമാക്കാനാണ്. ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങള് പടച്ചവന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പശ്ചാത്തപിക്കാനാണ്. ജീവിതകാലത്ത് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മനസ്സുണ്ടാവാനാണ്. അതോടൊപ്പം ഞങ്ങളുടെ കരളിന്റെ കഷ്ണമായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് ഹൃദയത്തിൽ ഊട്ടിയുറപ്പിക്കാനാണ്. മുത്തുനബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട കരം കൊണ്ട് നൽകപ്പെടുന്ന ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാനുള്ള സൗഭാഗ്യം ലഭിക്കാനാണ്. മഹ്ശറാവൻ സഭയിൽ ഒരുമിച്ച് കൂടുന്ന നേരത്ത്, ഒരു ചാൺമീത സൂര്യനുദിച്ച് വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന സമയത്ത് അർശിന്റെ തണല് കൊടുക്കപ്പെടുന്ന 7 വിഭാഗമുണ്ടല്ലോ, ആ വിഭാഗത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിലൊന്ന് ഉൾപ്പെടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ,
മുത്തുനബിയോടൊപ്പം സ്വർഗത്തിൽ കഴിയണമെന്ന ആശ വെച്ച് ജീവിതത്തെ റസൂലുള്ളാഹിക്ക് സമർപ്പിച്ച, ഹൃദയം ശുദ്ധീകരിച്ച, ഖൽബിൽ മുഴുവനും മുത്തുനബിയെ നിറച്ചു വെച്ച, പരലോക ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് ജീവിച്ച സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി തങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഉണ്ടാകുമായിരുന്നു. നബി തങ്ങൾ എന്താണോ ചെയ്യാൻ ഇഷ്ടപ്പെട്ടത് അത് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയല്ലേ എന്റെ മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണേ, നബി തങ്ങൾ ഒരിക്കൽ ക്ലാസ് എടുക്കാൻ വേണ്ടി കയറി വന്നു. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ മുന്നിലിരിക്കുന്ന സഹാബാ കിറാമിങ്ങളോട് നബി തങ്ങൾ 4 ചോദ്യം ചോദിക്കാൻ തീരുമാനിച്ചു. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളോട് ഞാനൊരു 4 ചോദ്യം ചോദിക്കാൻ ഒരുങ്ങുകയാണ്. ആ 4 ചോദ്യം നിങ്ങൾക്ക് മുമ്പാകെ ഞാനങ്ങ് സമർപ്പിക്കുമ്പോ നിങ്ങളിൽ നിന്ന് ആരാണ് ആ 4 ചോദ്യത്തിനും ഉത്തരം എനിക്ക് നൽകുക? എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ റെഡിയാണ് നബിയേ, ഞങ്ങൾ അതിന് ഉത്തരം തരും നബിയേ. ആ ചോദ്യം എന്താണ് നബിയേ എന്ന് റസൂലുള്ളാഹി തങ്ങളോട് സഹാബാക്കളെല്ലാവരും ചോദിക്കുമ്പോ മുത്തുനബി തങ്ങൾ അതാ ഒന്നാമത്തെ ചോദ്യം തുടങ്ങുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ഒന്നാമതായിട്ട് ചോദിച്ച ചോദ്യം ഇതാണ്: മന്നസ്ബഹൽ യൗമ സായിമാ. ഇന്നത്തെ ദിവസം പ്രഭാതം പൊട്ടിവിടർന്ന സമയം തൊട്ട് ഈ നിമിഷമാകുന്നതിനിടയിൽ നോമ്പുകാരനായിട്ട് ആരാ നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്? നിങ്ങളിൽ ആരാണ് ഇന്ന് നോമ്പുള്ള ആളുള്ളത്? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്നൊരു സഹാബി എഴുന്നേറ്റ് നിൽക്കുന്നു. ഞാനാണ് നബിയേ, എനിക്കിന്ന് നോമ്പാണ് നബിയേ, എനിക്കിന്ന് നോമ്പാണ് നബിയേ. എല്ലാവരും അത്ഭുതത്തോടെ ആ സഹാബിയെ നോക്കുകയാണ്. മുത്തുനബി തങ്ങൾ അത് കേട്ടപാട് സന്തോഷത്തോടെ അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞവിടെ ഇരുത്തുകയാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നബി തങ്ങൾ കടക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, മന്നതു അമൽ യൗമ മിസ്കീനാ. ഇന്നത്തെ ദിവസം പ്രഭാതം പൊട്ടിവിടർന്ന ഈ നിമിഷമാകുമ്പോഴേക്ക് നിങ്ങളിൽ നിന്ന് ആരാണ് നാട്ടിൽ വിശന്നൊട്ടിയ വയറുമായിട്ട് കഴിയുന്ന ഒരുപാട് വിശപ്പുള്ള ആളുകളില്ലേ, പാവപ്പെട്ട പലരുമില്ലേ, അവരെ അരികിൽ ചെന്നിട്ട് അവരുടെ വിശപ്പകറ്റാനുള്ള മാർഗം കണ്ടെത്തിയവരാരാണ്? വിശക്കുന്നവർക്കുള്ള വിശപ്പകറ്റി കൊടുത്തവരാരാണ്? അവർക്കുള്ള ഭക്ഷണ വിതരണം നടത്തിയവരാ നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്? അപ്പോഴും നേരത്തെ നിന്ന അതേ സ്വഹാബിതൻ എഴുന്നേറ്റ് നിന്നിട്ട് ഞാനാണ് നബിയേ, ഇന്ന് നേരം വെളുത്തി സമയമാകുമ്പോഴേക്ക് നാട്ടിലുള്ള ഒരുപാട് വിശക്കുന്നവർക്ക് ഭക്ഷണം ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് നബിയേ. അല്ലാഹുവിന്റെ ഹബീബ പ്രിയ സഹാബിയോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. മൂന്നാമത്തെ ചോദ്യം നബി തങ്ങൾ തുടരുകയാ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ അത്ഭുതത്തോടെ നോക്കുന്നു. ഞങ്ങൾക്കാർക്കും മറുപടി പറയാൻ കഴിഞ്ഞില്ലല്ലോ. ആ പ്രിയപ്പെട്ട സ്വഹാബി മാത്രമല്ലേ മറുപടി പറഞ്ഞത്. മൂന്നാമത്തെ ചോദ്യം നബി തങ്ങൾ തുടർന്നു. മൻ ആദ മിൻകുമുൽ യൗമ മരീളാ. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ്? ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് രോഗികളുണ്ടല്ലോ, ആ രോഗികളുടെ അരികിൽ ചെന്നിട്ട് രോഗസന്ദർശനം നടത്തി വന്നവരാരാ നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്? നേരം വെളുത്തി സമയമാകുമ്പോഴേക്ക് രോഗികളുടെ അരികിൽ ചെന്ന് രോഗസന്ദർശനം നടത്തി വന്നവരാരാ നിങ്ങളിലുള്ളത്? അപ്പോഴാണ് ഒരു സഹാബി എഴുന്നേറ്റു. നേരത്തെ മറുപടി പറഞ്ഞ അതേ സഹാബി തന്നെ എഴുന്നേറ്റുകൊണ്ട് ഞാനാണ് നബിയേ, ഞാനിന്ന് നേരം വെളുത്തി സമയമാകുമ്പോഴേക്ക് രോഗികളെ സന്ദർശിച്ചിട്ട് വന്നിട്ടുണ്ട് നബിയേ. ഇനി നാലാമത്തെ ചോദ്യം മാത്രമാണ് ബാക്കി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാലാമത്തെ ചോദ്യം തുടരുകയാണ്. മൻ തബിഅ മിൻകുമുൽ യൗമ ജനാസാ. ഇന്ന് നാട്ടിൽ മരണം നടന്നപ്പോ ഈ സമയത്തിനിടയിൽ മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട് മയ്യത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ നിന്ന് ആരാണ് തുടർന്നിട്ടുള്ളത്? മയ്യത്തിന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോയവരാരാണുള്ളത്? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതിനിടയിൽ
നേരത്തെ 3 ചോദ്യത്തിനും മറുപടി കൊടുത്ത അതേ സഹാബി തന്നെ എഴുന്നേറ്റിട്ട് ഞാനാണ് നബിയേ, ഇന്നൊരു മയ്യത്ത് പരിപാലനത്തിൽ പങ്കെടുത്ത് വന്നതാണ് നബിയേ. ആ 4 ചോദ്യത്തിനും മറുപടി കൊടുത്തതൊരേ ഒരു സഹാബിയാ. എല്ലാവരും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ആരാണ് ആ സഹാബി എന്നറിയോ? ആ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി കൊടുത്തത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 4 ചോദ്യത്തിനും മറുപടി കൊടുത്തത്. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മജ്തമഅത് ഹാദിഹിൽ ഖിസാൻ ഫീ റജലിൻ ഖത്ത്. ഈ 4 കാര്യങ്ങൾ ആരിലെങ്കിലും സമാഗതമായിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഈ 4 കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്നെങ്കിലും ഒരുമിച്ച് കൂട്ടാൻ കഴിഞ്ഞാൽ, ഈ 4 കാര്യവും ഒരാളുടെ ജീവിതത്തിൽ അങ്ങ് ചേർത്ത് വെച്ചാൽ, ഇല്ല അദ്ഖലഹുല്ലാഹുൽ ജന്ന, അവർക്ക് നിർബന്ധമായും സ്വർഗം ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മുടെ നാട്ടിൽ ഒരുപാട് രോഗികളുണ്ട്. അവരെടുത്ത് പോയിട്ട് ഒന്നുമില്ലെങ്കിൽ അവരെ കൈപിടിച്ചിട്ട് അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് വശ്ഫി അൻത ഷാഫി ലാ ശിഫാഉക ഇല്ലാ ശിഫാഅൻ താമ്മൻ ലാ യുഗാദിറു സഖമൻ വലാ അലമ. ആ ദുആയെങ്കിലും നടത്താൻ നമ്മൾ മനസ്സ് കാണിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. രോഗസന്ദർശനം വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു നേട്ടാണ്. അതെല്ലാവർക്കും ഭാഗ്യം കിട്ടൂല. വിശക്കുന്നാക്ക് ഭക്ഷണം കൊടുത്താൽ വലിയ പ്രതിഫലമാണ്. അള്ളാഹു നമ്മളെയൊക്കെ അങ്ങനെയുള്ളവരിൽ പെടുത്തട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഒരുപാട് മുതഅല്ലിമീങ്ങൾ പഠിക്കുന്ന ദർസുള്ള നാടാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റാസി ബാക്കവി ഉസ്താദിന്റെ നേതൃത്വത്തിൽ നമ്മുടെ പള്ളിയിൽ നടക്കുന്ന ദർസ്, ആ ദർസിൽ പഠിക്കുന്ന പൊന്നുമക്കള് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോ ആ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന മാതാവേ, പിതാവേ, നമ്മളെത്ര ഭാഗ്യവാന്മാരാണ്. ആ പ്രിയപ്പെട്ട മക്കള് ഭക്ഷണം കഴിച്ചിട്ട് ആ മക്കൾ അവിടെ നിന്ന് ദുആ ചെയ്യുന്നു, റബ്ബേ എനിക്ക് അന്നം തന്ന ബാപ്പ, എനിക്ക് ഭക്ഷണം തന്ന ഉമ്മ, എന്റെ ഭക്ഷണ വീട്ടിലെ കുടുംബക്കാർ, അവർക്കൊക്കെ ബർക്കത്ത് കൊടുക്കണേ എന്ന് ദുആ ചെയ്യുമ്പോൾ ആ പ്രാർത്ഥന അല്ലാഹു തട്ടിക്കളയൂല. ആ മക്കള് വന്നിട്ട് പള്ളിയുടെ അകത്തിരുന്നിട്ട് കിതാബ് ഓതിക്കൊണ്ടിരിക്കുമ്പോ ഭക്ഷണം കൊടുത്ത മാതാപിതാക്കൾക്ക് ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇൽമുകളുടെ മഹത്വം അല്ലാഹു നൽകുകയാണ്. മാത്രമല്ല മുഅ്മിനീങ്ങളെ, കുടുംബത്തിൽ നിന്ന്, വേണ്ടപ്പെട്ടവരിൽ നിന്ന് മരണപ്പെട്ട് കിടക്കുന്ന പലരും നമ്മുടെ നാട്ടിലെ ഖബർസ്ഥാനിയിൽ കിടക്കുന്നില്ലേ? ആ ഖബറാളികൾക്കൊക്കെ നമ്മുടെ മുതഅല്ലിമീങ്ങളുടെ ഖുർആൻ പാരായണോ, മുതഅല്ലിമീങ്ങളുടെ ദർസിന്റെ പഠനോ, മുതഅല്ലിമീങ്ങളുടെ ഓരോ വാക്കുകള് ദീനിന്റെ ചിട്ടയിലൂടെ വളരുന്ന മക്കള്, ആ മക്കളുടെ നന്മകളൊക്കെ ഞങ്ങളുടെ നാട്ടിലെ ഖബർസ്ഥാനിയിൽ കഴിയുന്ന ഖബറാളികൾക്കും അതിന്റെ പ്രതിഫലം എത്തിക്കൊണ്ടിരിക്കുകയാ. അത്രയും മഹത്തരമാണ്. അല്ലാഹുവേ, മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഭക്ഷണ വീട്ടുകാര് അവർക്കൊക്കെ ബറക്കത്ത് കൊടുക്കണമല്ലാ. പ്രിയപ്പെട്ടവരെ, ഉള്ളവൻ എന്റെ ഗുരുവര്യരുടെ അരികിൽ പഠിക്കുമ്പോ എനിക്ക് ഭക്ഷണം തന്ന ഭക്ഷണ വീട്ടുകാരുണ്ട്. പടച്ചവരെ, ആ ഭക്ഷണ വീട്ടുകാർക്കൊക്കെ നീ ബറക്കത്ത് കൊടുക്കണമല്ലാ. അവരെ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കണമല്ലാ. അവരുടെ മനസ്സിന്റെ അകത്തുള്ള സതുദ്ദേശങ്ങൾ നിറവേറ്റണമല്ലോ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കണോ. രോഗസന്ദർശനം നടത്താൻ പറ്റുമെങ്കിൽ നടത്തണോ, ഭക്ഷണം കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുക്കണോ. അൽഹംദുലില്ലാഹ്, ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോ, അതുപോലെ സയ്യിദ് അവറുകളും വന്നപ്പോ, നമ്മുടെ നാട്ടിലുള്ള ഇന്ന് ഭക്ഷണം തന്ന ഭക്ഷണ വീട്ടുകാരന് പടച്ചോനെ നീ ബറക്കത്ത് ഏറ്റി കൊടുക്കണമല്ലാ. ഭക്ഷണം പാചകം ചെയ്ത വീട്ടിലുള്ള ഉമ്മ പെങ്ങന്മാര്, ജ്യേഷ്ഠത്തി അനുജത്തിമാര്, ആരൊക്കെയാണോ ഭക്ഷണം പാചകം ചെയ്യാൻ കഷ്ടപ്പെട്ടത് അവർക്കൊക്കെ ഹൈറ് ബറക്കത്ത് ഏറ്റിക്കൊടുക്കണമല്ലാ. അങ്ങനെ ഓരോ ദിവസങ്ങളിലും, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുത്തവര്, സയ്യിദന്മാർക്ക് ഭക്ഷണം കൊടുത്തവര്, ഇനിയുള്ള ദിവസങ്ങളിലും ഭക്ഷണം നൽകുന്നവര്, എല്ലാവർക്കും ഹൈറ് നൽകണമല്ലാ. അതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, നമുക്ക് വേണ്ടപ്പെട്ട പലരുടെയും മരണവാർത്ത നമ്മൾ കേൾക്കാറുള്ളവരോ. ആ വാർത്ത കേട്ടാൽ ഒന്നുമില്ലെങ്കിൽ മയ്യത്തിന്റെ അടുത്ത് പോയിട്ട് ഒരു യാസീനെങ്കിലും മോദിയിട്ട് ആ മയ്യത്തിന് മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്തിട്ട് വരാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണേ.
അതുപോലെ സുന്നത്ത് നോമനുഷ്ഠിക്കാനുള്ള ദിവസങ്ങളുണ്ടല്ലോ, ആ ദിവസങ്ങളിൽ നോമനുഷ്ഠിക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണേ. വരാൻ പോകുന്ന റമദാനിന് വേണ്ടിയുള്ള ഒരുക്കം നമ്മൾ നടത്തണേ പടച്ചവനെ. എന്നിട്ട് സ്വർഗം നേടിയെടുക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹു തന്ന ആയുസ് അവൻ ഇഷ്ടപ്പെടുന്ന വഴിയിലൂടെ കൊണ്ടുപോയി നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് അവസാനം നല്ല പുഞ്ചിരിച്ച് പുതുമണവാടനെ പോലെ നമുക്ക് സ്വർഗത്തിലേക്ക് പരലോകത്തേക്ക് യാത്രയാവണം. അതിനുള്ള ഒരു വഴിയാക്കി നമ്മുടെ ഈ മജ്ലിസിനെ അല്ലാഹു മാറ്റിത്തരട്ടെ, നമ്മുടെ ഈ സദസ്സിനെ അല്ലാഹു മാറ്റിത്തരട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇവിടെ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടത്തേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. മരണപ്പെട്ട 2 പെൺമക്കളുടെ പേരിലും ഉപ്പാൻ്റെയും പേരിലും ദുആ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു സംഭാവന കൊടുത്തിട്ടുണ്ട്. പടച്ചവനെ, ഇതൊക്കെ നീ കബൂലാക്കണേ അല്ലാ. നീ അവരുടെ ഖബറിലേക്ക് ഇതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണേ അല്ലാ. അതുപോലെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. രോഗമുള്ളവരുടെ രോഗം മാറാൻ, അതുപോലെ മാനസികമായി പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ നീങ്ങാൻ, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന മക്കൾ, ആ മക്കളുടെ പഠന കാര്യങ്ങളൊക്കെ വളരെ നല്ല രൂപത്തിൽ വിജയകരമായി പൂർത്തിയാവാൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട്, അതുപോലെ SSLC എക്സാം, +1 +2 പരീക്ഷകൾ, മറ്റുള്ള പരീക്ഷകൾക്കൊക്കെ ഒരുങ്ങി നിൽക്കുന്ന മക്കൾ, അതുപോലെ മദ്രസയിൽ പൊതുപരീക്ഷ എഴുതിയ മക്കൾ, മറ്റു ക്ലാസ്സുകളിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കൾ, അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിദേശത്തുള്ള അബ്ദുൽ ഖാദർ ഹാജി എന്ന പ്രിയപ്പെട്ട സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ് 1000 രൂപ സംഭാവന പറഞ്ഞിട്ടുണ്ട്. പടച്ചവനെ, നീ അവരുടെ എല്ലാ അസ്വസ്ഥതകളും നീക്കിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, രോഗങ്ങളൊക്കെ മാറ്റണമല്ലാ, പരിപൂർണ ആഫിയത്ത് നൽകണമല്ലാ. ഈ ഉറൂസ് മുബാറക്കിലേക്ക് ആരൊക്കെ സംഭാവന പറഞ്ഞിട്ടുണ്ടോ, സംഭാവന ചെയ്തിട്ടുണ്ടോ, അവരുടെയൊക്കെ മനസ്സിനകത്തുള്ള സതുദ്ദേശങ്ങൾ നിറവേറ്റി പരിപൂർണ ആരോഗ്യം നൽകണമല്ലാ. രോഗങ്ങളിൽ നിന്ന് കാവൽ നൽകണമല്ലാ. ഒമാനിലുള്ള പ്രിയപ്പെട്ട 2 മക്കള്, ആ മക്കൾക്ക് ജോലി അനുബന്ധ കാര്യങ്ങള്, അവരുടെ സാമ്പത്തിക മേഖലകള്, അതൊക്കെ വളരെ ഖൈറിലാവാൻ വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രിയപ്പെട്ട ബാപ്പ 1011 രൂപ ഇവിടെ സംഭാവന പറഞ്ഞിട്ടുണ്ട്. പടച്ചവനെ, ആ പ്രിയപ്പെട്ട ബാപ്പ ചെയ്ത സംഭാവന നീ കബൂലാക്കണമല്ലാ. അവരുടെ മക്കളുടെ ജോലി അനുബന്ധ കാര്യങ്ങൾ ഖൈറിലാക്കണമല്ലാ. ആ പ്രിയപ്പെട്ട പൊന്നുപ്പയുടെ മനസ്സിലുള്ള സതുദ്ദേശം എന്താണോ അത് നിറവേറ്റണേ അല്ലാ. മക്കളുടെ സാമ്പത്തിക മേഖലകൾ ഖൈറിലാക്കണമല്ലാ. രോഗങ്ങളിൽ നിന്ന് അവരെയും അവരുടെ ഭാര്യ മക്കള് എല്ലാവരെയും കാക്കണമല്ലാ. ഇവിടെ നേരത്തെ ധർമ്മം ചെയ്ത പലരുമുണ്ട്. അല്ലാഹുവേ, ഭണ്ഡാരത്തില് പൈസയിട്ടവര്, അതുപോലെ ബക്കറ്റ് ചെന്നപ്പോ സംഭാവന നൽകിയവര്, അതുപോലെ കമ്മിറ്റി ഭാരവാഹികളെ കൊണ്ട് സംഭാവന കൊടുത്തവര്, പടച്ചവനെ, അവരൊക്കെ മനസ്സിനകത്ത് ഒരുപാട് നല്ല മുറാദ് വെച്ച് പറഞ്ഞവര്, അത് മുഴുവനും സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. മരിച്ച ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടികളുണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു സ്ത്രീ വീടിൻ്റെ കാര്യങ്ങൾ ശരിയാവാൻ വേണ്ടി മക്കളുടെ കല്യാണം റെഡിയാവാനും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് 25 kg അരി കൊടുത്തിട്ടുണ്ട്. അതുപോലെ മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി സംഭാവന പറഞ്ഞിട്ടുണ്ട്. ഉദ്ദേശിച്ച കാര്യം സഫലമാവാൻ വേണ്ടി സംഭാവന പറഞ്ഞവരുണ്ട്. പടച്ചവനെ, മരണപ്പെട്ടവർക്ക് വേണ്ടി, മരണപ്പെട്ട ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യാൻ സംഭാവന കൊടുത്തവര്, അവരുടെ വിട പറഞ്ഞ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കണമല്ലാ. കല്യാണം കഴിഞ്ഞ വർഷങ്ങളായിട്ടും മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. അവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണമല്ലാ. വീടിൻ്റെ കാര്യം ശരിയാവാൻ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അതുപോലെ റബ്ബേ, കല്യാണം നടക്കേണ്ട ആളുകൾക്ക് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. എല്ലാ കാര്യങ്ങളും നിറവേറ്റി കൊടുക്കണമല്ലാ. പ്രയാസങ്ങൾ നീക്കണമല്ലാ.
മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ് സംഭാവന കൊടുത്തവര്, അവരുടെ വിട പറഞ്ഞവർക്ക് നീ സ്വർഗം നൽകണമല്ലാ. അതുപോലെ ഉദ്ദേശിച്ച കാര്യം നിറവേറാൻ വേണ്ടി സംഭാവന പറഞ്ഞവര്, അവരുടെ സതുദ്ദേശങ്ങൾ നിറവേറ്റണമല്ലാ. പ്രയാസങ്ങളൊക്കെ നീക്കണേ അല്ലാ. അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ സംഭാവനകൾ കൊടുത്തിട്ടുണ്ട്, ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, മഹാന്മാരെ മഹതിമാരെ മുൻനിർത്തി ദുആ ചെയ്താൽ അല്ലാഹു തആല ദുആക്ക് ഉത്തരം തരുന്നതാണ്. നമ്മുടെ പ്രയാസങ്ങളൊക്കെ റബ്ബ് നീക്കിത്തരുന്നതാണ്. അല്ലാഹ് നീ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ഒരു 3 സലാത്ത് എല്ലാവരും ഒന്ന് ബർക്കത്തിന് വേണ്ടി ചൊല്ലുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم. ദുബൈയിലുള്ള ഫായിസ് എന്ന് പറയുന്ന പൊന്നുമോൻ ജോലി അനുബന്ധ കാര്യങ്ങളിലൊക്കെ ബർക്കത്ത് കിട്ടാൻ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പടച്ചോനെ നീ ബർക്കത്ത് കൊടുക്കണമല്ലോ. 500 രൂപ സംഭാവന ഇവിടെ പറഞ്ഞിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. നീ അവരുടെ ഓരോ സതുദ്ദേശവും നിറവേറ്റണേ അല്ലോ. പ്രയാസങ്ങളൊക്കെ നീക്കണേ അല്ലോ. റാഹത്തും സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകണേ അല്ലോ. പുരുഷന്മാരൊക്കെ ഒന്ന് അടുത്ത് വരുമോ? പ്രയാസാവോ? ബുദ്ധിമുട്ടാവോ? ഒന്ന് അടുത്ത് വരുമോ? നിൽക്കാൻ പറ്റാത്തവർ കസേരയിൽ ഇരുന്നാൽ മതി. നിൽക്കാൻ പറ്റുന്നവരൊന്ന് ഇങ്ങോട്ട് മുന്നോട്ട് വരിക. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ്. ദുആക്ക് ഉത്തരം കിട്ടുന്ന സദസ്സ് കൂടിയാണ്. നമ്മൾ ഇതുവരെ ചെയ്തതും ചെയ്യുന്നതുമായ നന്മകൾ അള്ളാഹു കബൂലാക്കട്ടെ. നിൽക്കാൻ പ്രയാസമുള്ള ഉപ്പമാരൊക്കെ അവിടെ ഇരുന്നാൽ മതി. അവിടെ കസേരയിലിരുന്ന് നിൽക്കാൻ പ്രയാസമുള്ളവർ, ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. നമുക്ക് മുത്തുനബിയുടെ മേൽ അല്പം സലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരുപാട് ആൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഐക്യത്തോടെ പോകുന്ന നാടാണ്. ഒരുപാട് സഹോദര സമുദായ അംഗങ്ങളിൽപ്പെട്ട പ്രിയപ്പെട്ട ആളുകൾ നമ്മുടെ മക്കാമിൽ വന്നിട്ട് അവരുടെ സങ്കടങ്ങൾ പറഞ്ഞു പോകാറുള്ളവരാണ്. സഹോദരങ്ങൾ, സഹോദരിമാർ, സഹോദര സമുദായ അംഗങ്ങളിലെ അമ്മമാർ, അച്ഛന്മാർ, ചേച്ചിമാർ, ചേട്ടന്മാർ പലരും ഇവിടെ വരാറുണ്ട്. മഹദിയുടെ ചാരത്ത് വന്ന് അവരുടെ സതുദ്ദേശങ്ങളൊക്കെ മുൻനിർത്തി ദുആ ചെയ്യാൻ ഏൽപ്പിക്കലുണ്ട്. അവരെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു മാറ്റിക്കൊടുത്ത് അവർക്ക് അല്ലാഹു സമാധാനമുള്ള ജീവിതം കൊടുക്കട്ടെ. അവർക്ക് അല്ലാഹു ഹിദായത്ത് നൽകട്ടെ. അതുപോലെ ഒരുപാട് ബാപ്പമാര്, ഉമ്മമാര്, ഇക്കമാര്, ഒരുപാട് ആളുകള് നമ്മുടെ നാട്ടിലെ പവിത്രമേറിയ പരിശുദ്ധമേറിയ മക്കാമിൽ വന്നിട്ട് ദുആ ചെയ്യുന്നവരുണ്ട്, ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ നിറവേറ്റി സമാധാനമുള്ള ജീവിതം നീ നൽകണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. മരണപ്പെട്ട ഉപ്പാക്ക് ദുആ ചെയ്യാൻ വേണ്ടി ഒരു സംഭാവന ഇവിടെ തന്നിട്ടുണ്ട്. പടച്ചോനെ, അവരുടെ ഉപ്പാക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ദുബൈയിലെ ബീവി മാമ അറബിയായ ഒരു സഹോദരി 1000 രൂപ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പടച്ചോനെ, ആ സഹോദരിക്ക് നീ ആഫിയത്ത് കൊടുക്കണമല്ലാ. അവരുടെ പ്രയാസങ്ങൾ നീക്കണമല്ലാ. ആ കുടുംബത്തിൽ നീ അഭിവൃദ്ധി കൊടുക്കണമല്ലാ. ആ സംഭാവന ഇവിടെ ഏൽപ്പിച്ചവരെയും നീ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹു കബൂലാക്കട്ടെ. മൂസാൻ എന്ന പ്രിയപ്പെട്ട പിതാവ് ഈമാന് സലാമത്താവാൻ ദുആരക്കണേ എന്ന് പറഞ്ഞൊരു സംഖ്യ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പടച്ചോനെ, കഴിയുന്നില്ല, വടികുത്തിക്കൊണ്ടാണ് മുന്നിൽ നിൽക്കുന്നത്. എന്നാലും ഈ സദസ്സൊരിക്കലും ഒഴിവാക്കില്ല എന്ന് പറഞ്ഞു വന്നവരോ, നീ ആഫിയത്ത് കൊടുക്ക് റബ്ബേ. സതുദ്ദേശം നിറവേറ്റണമല്ലാ. അല്ലാഹു സലാമത്തിലാക്കി തരട്ടെ. ഒന്നുകൊണ്ട് വിഷമമുണ്ടോ? ഇൻഷാ അല്ലാഹ് കുറച്ച് സലാത്ത് നമുക്ക് ചെല്ലാം. എല്ലാവരും ചെല്ലി നമുക്ക് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് പിരിഞ്ഞു പോകാം.
കസായി ഹനീഫ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. മൊഗ്രാനിലുള്ള അല്ലാഹുവേ സതുദ്ദേശം നിറവേറ്റണം റബ്ബേ, പ്രയാസങ്ങൾ നീക്കണമല്ലോ, എന്ത് നല്ല ഉദ്ദേശമാണെങ്കിലും നീ അത് സാധിപ്പിക്കണമല്ലോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു മക്കത്തൂദിത്ത റസൂലേ പൂത്തിങ്കൾ നബിയേ ഹബീബേ സല്ലല്ലാഹു അലൈഹി. മണിമുത്ത് മദീനയിലാണോ മന്ദാര ചെപ്പി നടകാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ കരുണ കടലോരേ മുത്ത് നബി ഷഫീഉൽ ഉമ്മ സല്ലല്ലാഹു അലൈഹി. മഹ്ശറിൽ കഠിന സമയത്തു ഉമ്മത്തി എന്നോ രത്തോരേ സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി. ശത്രുക്കൾ ദ്രോഹിച്ച നേര പുഞ്ചിരി തൂകിയ മുല്ലേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പൈക്കമ്മണ വാട്ടി ബീവിയിൽ റിള ഞങ്ങൾ കേകൂ റഹ്മാനേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മൾ ചൊല്ലിയ സ്വലാത്ത് ഖബൂലാക്കി തരട്ടെ. നമ്മുടെ ഈ സദസ്സിനെ മനോഹരമാക്കുന്ന AK ലൈറ്റ് ആൻഡ് സൗണ്ട് അള്ളാഹു അവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. നമ്മുടെ ഓപ്പറേറ്റർ പ്രിയങ്കരനായ സുഹൃത്ത് ഹനീഫ സാഹിബ് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പ്രഭാഷകന്മാർക്ക് ഓപ്പറേറ്ററായി നിൽക്കുന്ന ഒരാളാണ് ഹനീഫ എന്ന പ്രിയപ്പെട്ട ഓപ്പറേറ്റർ. അള്ളാഹു അദ്ദേഹത്തിനും സന്തോഷവും സംരക്ഷണവും കൊടുക്കട്ടെ. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് തവണ പ്രിയപ്പെട്ടവർ വന്നിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ ഓപ്പറേറ്ററായിട്ട് നമ്മുടെ വേദികളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു അവർക്കും സന്തോഷവും സംരക്ഷണവും കൊടുക്കട്ടെ. അതുപോലെ ഇവിടെ വന്ന എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മഹത്വമേറിയ മസ്ജിദ് കെട്ടിത്തന്ന മാമ ഉമ്മ ഹാജറ എന്ന പ്രിയപ്പെട്ടവർ 1 കിൻഡൽ അരി നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പടച്ചോനെ നീ കബൂലാക്കണേ അല്ലാ, അവർക്ക് നീ സംരക്ഷണം കൊടുക്കണേ അല്ലാ, അവരുടെ സതുദ്ദേശങ്ങളൊക്കെ നിറവേറ്റി അവർക്കുള്ള എല്ലാ കാര്യങ്ങളിലും ഖൈറും ബറക്കത്തും ഏറ്റി കൊടുക്കണേ അല്ലാ. അതുപോലെ ഓൺലൈനായിട്ട് നമ്മുടെ പ്രോഗ്രാം ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പരീക്ഷ എഴുതുന്ന മക്കൾ A+ കിട്ടണമെന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. മറ്റുള്ള പല പരീക്ഷകളിലും ഒരുക്കം കൂട്ടുന്നവരുണ്ട്. എല്ലാവരുടെ പരീക്ഷകളും പടച്ചവനെ നീ ഉന്നത വിജയത്തിലെത്തിക്കണേ അല്ലാ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ നമ്മുടെ ദർസ് മക്കള്
വളരെയേറെ പ്രതീക്ഷയോടെയാണ് നമ്മുടെ നാട്ടിൽ ദർസ് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ മക്കൾക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണവും നമ്മൾ ഓരോരുത്തരും ചെയ്യണം. മാത്രമല്ല നമ്മുടെ മക്കളെയും ദർസിലേക്ക് പറഞ്ഞേക്കാനുള്ളൊരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ മക്കൾ ദർസ് പഠിച്ചാൽ ആ മക്കളെ കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടം ദുനിയാവിലും ആഖിറത്തിലും കിട്ടും. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ. പക്ഷേ നമ്മുടെ കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ മരിച്ചുപോയ പലരുണ്ട്. അവരെയൊക്കെ മനസ്സിൽ കരുതി ഒരു 11 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക. ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله. അല്ലാഹു നമ്മൾ ചൊല്ലിയ ദിക്റുകൾ ഖബൂലാക്കി തരട്ടെ. ദുആ ചെയ്യാൻ പറഞ്ഞ കൂട്ടത്തിൽ മഖാം പുനർനിർമ്മാണ ഫണ്ടിലേക്ക് കുഞ്ഞിപ്പാറ നസീമ ഇബ്രാഹിം എന്ന പ്രിയപ്പെട്ടവർ 10,000 രൂപ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മരണപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങൾക്കൊക്കെ ദുആ ചെയ്യാനാണ്. പടച്ചവനെ, നസീമ ഇബ്രാഹിം എന്ന പ്രിയപ്പെട്ടവർ റബ്ബേ നീ അവർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാഹ്. അവരുടെ കുടുംബം, അവരുടെ മക്കൾ, അവർക്ക് വേണ്ടപ്പെട്ടവർ, അവർക്കൊക്കെ നീ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകണമല്ലാ. പ്രിയ ഭാര്യ ഭർത്താവ്, അവർക്ക് നീ എപ്പോഴും സംരക്ഷണം കൊടുക്കണേ അല്ലാ. ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നിറവേറ്റണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെയും ഇനി എത്ര ദിവസം? നാളെയും മറ്റന്നാളും 2 ദിവസമാണ് നമ്മുടെ പ്രോഗ്രാം ബാക്കിയുള്ളത്. അതിലൊക്കെ എല്ലാവരും വന്ന് സഹകരിക്കണം. അല്ലാഹു നമുക്കൊക്കെ എല്ലാ കാര്യങ്ങളും വിജയിപ്പിക്കാനുള്ള വഴി എളുപ്പമാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾ മുഴുവനും സുഖപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ, ചൊല്ലിയ ദിക്റുകൾ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബിനകത്ത് കെട്ടിക്കിടക്കുന്ന പാപപങ്കുലമായ ഹൃദയത്തിലെ പാപക്കറകളെ നീ കഴുകിക്കളയണേ അല്ലാഹ്. അല്ലാഹുവേ, അറിഞ്ഞ് അറിയാതെ രഹസ്യമായി പരസ്യമായി ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. ശിഫ നൽകണേ അല്ലാഹ്. കാലുവേദന, മുട്ടുവേദന, നടുവേദന, തലവേദന, പല്ലുവേദന, പള്ളവേദന, തൊണ്ടവേദന, ശരീരമാസകലമുള്ള കടച്ചലുകള്, വിഷമങ്ങള്, പ്രയാസങ്ങള് നീ മാറ്റിത്തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലായിടത്തും ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ആരുടെ മുന്നിലും ഞങ്ങളെ നീ ഫദീഹത്തിലാക്കല്ല അല്ലാഹ്. നാണക്കേടിലാക്കല്ല അല്ലാഹ്. മാനം തകർക്കല്ല അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്ക് എവിടെ ചെന്നാലും ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ നീ ആരെ മുന്നിലും വഷളത്തരത്തിൽ പെടുത്തല്ല റബ്ബേ. എല്ലാവരുടെ മുന്നിലും ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നിലനിർത്തണേ അല്ലാഹ്. അല്ലാഹുവേ, സിഹറന്മാരെ സിഹറിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. കണ്ണേറുള്ളവരുടെ കണ്ണേറിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവല് തരണേ അല്ലാഹ്. ഫിത്നക്കാരുടെ ഫിത്നയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അസൂയാലുക്കളുടെ അസൂയയിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നാഫിയായ ഇൽമ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇൽമ പകർന്നു തന്ന ഞങ്ങളുടെ ഉസ്താദുമാരെ നീ കാക്കണേ അല്ലാഹ്. അവരെ പൊരുത്തം ഞങ്ങൾക്ക് തരണമല്ലാ. അവരുടെ മഹബ്ബത്തുള്ള മക്കളാക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് റബ്ബേ, എന്റെ പ്രിയപ്പെട്ട ഗുരുവര്യർ വന്യരായ ശൈഖുനാ ഉസ്താദ് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ദീർഘായുസ് നൽകണമല്ലാ. ദർസിൽ അഭിവൃദ്ധി നൽകണമല്ലാ. അവിടുന്ന് തുടങ്ങാൻ ഉദ്ദേശിച്ച് അല്ലാഹുവേ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന അൽ മജ്ദിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന സ്ഥാപനത്തിന്റെ കാര്യങ്ങളൊക്കെ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ നീ എളുപ്പമാക്കി തരണേ അല്ലാഹ്.
അതിനെ ഇതുവരെ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ നീ എല്ലായിടത്തും സലാമത്തിലാക്കണേ അല്ലാ. ഞങ്ങളിൽ പലരും കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് അല്ലാ. അവധി ഇറങ്ങി നിൽക്കുന്ന കടങ്ങൾ ഞങ്ങൾക്കുണ്ട് റബ്ബേ. അത് വീട്ടാനുള്ള ഹലാലായ സമ്പത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാ, കടക്കാരുടെ മുന്നിൽ പ്രയാസപ്പെടുന്നൊരവസ്ഥ വരുത്തല്ല റബ്ബേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കടങ്ങൾ മുഴുവനും വീട്ടാനുള്ള വഴി നീ തുറന്നു തരണേ അല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങളെ എല്ലാ സ്ഥലത്തും ഇസ്സത്തിലാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ വീടില്ലാത്തവരുണ്ട്, വീട് നൽകണേ അല്ലാ. വീടിന്റെ പണി തുടങ്ങി വെച്ചവരുണ്ട്, പൂർത്തീകരിക്കണേ അല്ലാ. കല്യാണപ്രായമെത്തി നിൽക്കുന്ന ആൺമക്കളും പെൺമക്കളുമുണ്ട്, യോജിച്ച ഇണകളെ നൽകണേ അല്ലാ. കല്യാണം കഴിഞ്ഞ വർഷങ്ങളായിട്ടും മക്കളില്ലാത്തതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന ദമ്പതിമാരുണ്ട്, നീ സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ. ഗർഭിണികളായ സഹോദരിമാരുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. സിസേറിയനിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തന്ന മക്കളെ നല്ല മക്കളാക്കി വളർത്തണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ എല്ലാ അപകടങ്ങളിൽ നിന്നും കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. മരണനേരത്ത് കലിമ ചൊല്ലി പുഞ്ചിരിച്ച് സ്വർഗം കണ്ട് വിട പറയാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഉറൂസ് മുബാറക്കിന്റെ പ്രവർത്തനങ്ങൾക്ക് ഓടി നടക്കുന്ന കമ്മിറ്റി ഭാരവാഹികളുണ്ട് റബ്ബേ. അല്ലാഹുവേ, ഉറൂസ് കമ്മിറ്റി, അതുപോലെ മഹല്ല് കമ്മിറ്റി, നാട്ടിന്റെ നന്മ മരങ്ങളായ കമ്മിറ്റി ഭാരവാഹികൾ, അവർക്കെല്ലാം നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. വളണ്ടിയർമാരുണ്ട്, അവരെയും നീ കബൂലാക്കണേ അല്ലാ. അവരെ വിഷമങ്ങളും നീക്കണേ അല്ലാ. പടച്ചവനെ, ഈ ഉറൂസുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളോളം ഉറക്കൊടിഞ്ഞവരുണ്ട്, ഇതിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചവരുണ്ട്, ഫ്ലക്സുകൾ കെട്ടാൻ, നോട്ടീസ് വിതരണം ചെയ്യാൻ, പ്രചരണ പ്രവർത്തനങ്ങൾക്കൊക്കെ ഉറക്കൊടിഞ്ഞവരുണ്ട്. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. പടച്ചവനെ, ആര് ഏതൊക്കെ വിധത്തിൽ ഉറൂസിന്റെ കാര്യങ്ങൾക്ക് സഹകരിച്ചിട്ടുണ്ടോ അവരെ മുഴുവനും നീ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഗൾഫ് നാടുകളിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രവാസികളെ നീ കാക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ അകറ്റണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. പടച്ചവനെ, നാട്ടിലുള്ളവരെ നീ ഖൈറിലാക്കണേ അല്ലാ. ഈ ഉറൂസിന് വേണ്ടി മാത്രം ഗൾഫിൽ നിന്ന് വന്നവർ ഈ കമ്മിറ്റിയിലുണ്ട് റബ്ബേ, ഈ നാട്ടിലുണ്ട് റബ്ബേ. അവരുടെ ബിസിനസ് മേഖലകളൊക്കെ നീ ബറക്കത്താക്കണേ അല്ലാ. ഒരിക്കലും അവർക്ക് തകർച്ചയോ തളർച്ചയോ നൽകല്ല അല്ലാ. നീ ഞങ്ങളെ എല്ലായിടത്തും സലാമത്തിലാക്കണേ അല്ലാ. നാളെ മഹ്ശറയിൽ ഞങ്ങൾക്ക് അർശിന്റെ തണല് തരണേ അല്ലാ. കിതാബ് വലത് കയ്യിൽ തരണേ അല്ലാ. സിറാത്ത് പാലം വേഗത്തിൽ കടക്കാനുള്ള ഭാഗ്യം തരണമല്ലാ. മുത്തിലും മുത്തായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ശറഫാക്കപ്പെട്ട കരം കൊണ്ട് നൽകുന്ന ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള സൗഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ, ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോ ദുആ ചെയ്യാൻ ഏൽപ്പിച്ച പലരുമുണ്ട്, ഖൈർ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞാൻ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോ അവിടെ എന്നെ സ്വീകരിക്കാൻ വന്നവരുണ്ട്, വാഹനവുമായി വന്നവരുണ്ട് റബ്ബേ. അത് ഡ്രൈവ് ചെയ്തവർ, ഒന്നിച്ച് വന്ന ഉസ്താദുമാര്, എല്ലാവർക്കും നീ ഖൈർ ബറക്കത്ത് സംരക്ഷണം നൽകണേ അല്ലാ. അതുപോലെ അല്ലാഹുവേ, വന്നപ്പം ഭക്ഷണം തന്ന ഭക്ഷണ വീട്ടുകാര് നീ ബറക്കത്ത് ഏറ്റി കൊടുക്കണേ അല്ലാ. അതുപോലെ ഇവിടെ വന്നപ്പം സ്വീകരിച്ച കമ്മിറ്റി ഭാരവാഹികൾ, നാട്ടുകാര്, ഈ നാട്ടിലുള്ള ഉമറാക്കള്, ഈ നാട്ടിലുള്ള പണ്ഡിതന്മാര്, മുത്തഅല്ലിമീങ്ങള്, അതുപോലെ നാട്ടിലുള്ള സഹോദരങ്ങള്, സഹോദരിമാര്, യുവാക്കള്, എല്ലാവരെയും നീ ഏറ്റെടുക്കണേ അല്ലാ. റബ്ബനാ, ഇത് ഞങ്ങളുടെ ആരുടെയും അവസാനത്തെ ഉറൂസാക്കല്ല അല്ലാ. ഇനിയും ഒരുപാട് വർഷങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം തരണമല്ലോ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. അല്ലാഹുവേ, ഞാൻ ജോലി ചെയ്ത മഹല്ലുകൾ, പഠിച്ച മഹല്ലുകൾ, ഇപ്പോൾ ജോലി ചെയ്യുന്ന കാനച്ചേരി മഹല്ല്, എല്ലാ മഹല്ലിലും അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ദുആ കൊണ്ട് ഏൽപ്പിച്ച പലരുമുണ്ട്, ലൈവായിട്ട് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പലരുമുണ്ട്.
അവർക്കൊക്കെ നീ ഖൈറ് ബറക്കത്ത് സംരക്ഷണം സലാമത്ത് നൽകണമല്ലോ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം തവഫനാ മുസ്ലിമീന വഅൽഹിഖനാ ബിസ്സാലിഹീൻ ആമീൻ برحمتك يا أرحم الراحمين ببركتي صلى الله على محمد عليه وسلم صلى الله على محمد عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. ദുആ ചെയ്യണമേ എന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.